ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കലാശക്കൊട്ടാണ്. കലാശക്കൊട്ട് ഈ പഠനത്തിൻ്റെ മൊത്തത്തിലുള്ള കലാശക്കൊട്ടല്ല, പകരം നമ്മൾ പഠിച്ചു വരുന്ന ഇന്ത്യൻ ജോഗ്രഫിയിലെ, ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിരുന്ന ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന് പറയുന്ന കാർഷിക മേഖല, അതുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകളെ നമ്മൾ ഇന്നത്തോടുകൂടി പഠിച്ച് അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമമല്ല, അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ ഭാഗമാണ്. ഈ ഭാഗത്തിൻ്റെ നമ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പ്രിലിംസിനായാലും മെയിൻസിലായാലും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിലാണ് ഈ പറയുന്ന ക്ലാസ്സസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ പോലും സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പരമാവധി മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. സമയമില്ല എങ്കിൽ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകേണ്ട കാര്യമില്ല. ബട്ട് ഇവിടെ ഇന്ന് നമ്മൾ ഈ കാർഷിക മേഖല വൈൻഡപ്പ് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട MCQസും കൂടി ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഇന്ത്യൻ കാർഷിക മേഖലയിലെ സമഗ്രമായിട്ടുള്ള ഒരു വിശകലനം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് തരുന്ന ഏതൊരു ചോദ്യവും നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ശരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. ഇത്രയും കണ്ടൻറ്റ് നിങ്ങൾ വ്യക്തമായി പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുവെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി സ്കോർ യുവർ 100% ഓർ ഈവൻ പോട്ടെ 1% ഒരു ബഫർ ഇട്ടോ 99% ഫ്രം ദിസ് സെക്ഷൻ. അപ്പോൾ ഇതിനകത്തുനിന്നൊരു ചോദ്യം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ സെഷൻ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ അഗ്രികൾച്ചർ പാർട്ട് 8. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോക്കിയിരുന്ന അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി പാർട്ട് 7 നമ്മൾ ഡിസ്കസ് ചെയ്ത് മാറ്റിവെച്ചത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ചില പദ്ധതികളെ പറ്റിയിട്ടാണ്, ചില ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയിട്ടാണ്. ഇന്ന് അതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാർഷിക മേഖലയിൽ വന്നിരിക്കുന്ന ഇടപെടലുകളിലെ വിട്ടുപോയിട്ടുള്ള ചില വസ്തുതകളും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യത്തെ പദ്ധതിയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഈനാം എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ്. വാട്ട് ഈസ് ഈനാം? അതൊരു നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റാണ്. ഈനാം ഇസ് എ പാൻ ഇന്ത്യ ഇലക്ട്രോണിക് ട്രേഡിംഗ് പോർട്ടൽ that networks existing agricultural produce market committees. APMC എന്ന് പറയും. എന്താണ് APMC? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസർ മാർക്കറ്റ് കമ്മിറ്റി. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസർ മാർക്കറ്റ് കമ്മിറ്റി, അതിനാണ് എന്ത് വിളിക്കുക? നമ്മൾ APMC എന്ന് വിളിക്കുക. അതൊക്കെ അറിഞ്ഞിരുന്നോണം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. നമുക്ക് പരീക്ഷാ ചോദ്യ പേപ്പറിൽ ചിലപ്പോൾ ഈ ഡെഫിനേഷൻ തരണമെന്ന് നിർബന്ധമില്ല. APMC എന്നൊക്കെ മാത്രമാണ് തരുന്നതെങ്കിൽ ഇയാൾ ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ അത് പഠിച്ചു പോകുന്നത് അല്ലെങ്കിൽ പറഞ്ഞു പോകുന്നത്. അതായത് മന്തികൾ. എന്താ മണ്ടീസ് എന്ന് പറയുന്നത്? നമ്മൾ കഴിക്കുന്ന കുഴിമന്തി അല്ല. ഇത് മന്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്നാണ് അർത്ഥം കേട്ടോ. മണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ്. അപ്പോൾ മന്തികളിൽ പോയിട്ടാണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസുകൾ കർഷകർ വിൽക്കുന്നത് അല്ലെങ്കിൽ ഇടനിലക്കാർക്ക് കച്ചവടം ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ കച്ചവട കേന്ദ്രങ്ങളെയാണ് നമ്മൾ മന്തികൾ എന്ന് വിളിക്കുക. അപ്പോൾ എന്താ ഈനാം എന്ന് പറയുന്നത്? അതൊരു പാൻ ഇന്ത്യൻ ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അതൊരു പാൻ ഇന്ത്യൻ ആയിട്ടുള്ള ആഗോളമല്ല, ഇന്ത്യയിലുടനീളമുള്ള പ്രദേശങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഈ പറയുന്ന വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ്. ദാറ്റ് നെറ്റ്വർക്ക്സ് എക്സിസ്റ്റിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസർ മാർക്കറ്റ് കമ്മിറ്റി. നിലവിലുള്ള മന്തികളെ അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് എന്തിനു വേണ്ടി വിഭാവനം ചെയ്തു? ടു ക്രിയേറ്റ് വൺ നേഷൻ വൺ മാർക്കറ്റ്. ടു ക്രിയേറ്റ് വൺ നേഷൻ വൺ മാർക്കറ്റ് ഫോർ അഗ്രികൾച്ചറൽ കമോഡിറ്റീസ്. അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഒരു ദേശം അല്ലെങ്കിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ഒരു മാർക്കറ്റ് എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പദ്ധതിയാണ് ഈനാം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈനാം എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. സോ വാട്ട് ഈസ് ഈനാം? ക്ലിയർ ആണ്. ഇതൊരു ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. എവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഇന്ത്യയിലുടനീളം ആപ്ലിക്കബിളായി ഇന്ത്യയിലുടനീളമുള്ള മാർക്കറ്റുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള നിലവിലുള്ള മാർക്കറ്റുകളെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഓൺലൈൻ ട്രേഡിംഗ് സംവിധാനമാണ് ഈ ഈനാം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഒരു കർഷകന് ഈ ഇന്ത്യയിൽ എവിടെയുള്ള മാർക്കറ്റിലേക്ക് വേണമെങ്കിലും തൻ്റെ ഉൽപ്പന്നത്തെ സെയിൽ ചെയ്യുവാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു ഫ്ലെക്സിബിലിറ്റി കർഷകർക്ക് നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ് ഈനാം എന്ന് പറയുന്നത്. അപ്പോൾ ഇടനിലക്കാരിൽ തൻ്റെ പ്രദേശത്തുള്ള പ്രദേശവാസികളായ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഇടനിലക്കാർ തന്നെ ചൂഷണം ചെയ്യുന്നു എന്ന് തോന്നിയ കർഷകന് വേണമെങ്കിൽ ആ മാർക്കറ്റിൽ വിൽക്കാതെ മറ്റൊരു മാർക്കറ്റിലേക്ക് വിൽപ്പന നടത്താനുള്ളൊരു സാധ്യത ഇവിടെ തുറന്നു കിട്ടുന്നു എന്നുള്ളൊരു
കർഷകന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണ്. തനിക്ക് ബെസ്റ്റ് പ്രൈസ് ആര് തരുന്നു അയാൾക്ക് ഈ പറയുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ കമ്മോഡിറ്റി വിൽപ്പന നടത്തുവാനുള്ളൊരു സാഹചര്യം കർഷകന് ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഈനാം എന്ന് പറയുന്ന ഒരു പദ്ധതി നിലവിൽ വരുന്നത്. അപ്പോൾ എന്നാൽ നിലവിൽ വരുന്നത് അല്ലെങ്കിൽ എന്നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്? 2016 ഏപ്രിൽ 14 ഈനാം പദ്ധതി ലോഞ്ച് ചെയ്യുന്ന മക്കളെ 2016 ഏപ്രിൽ മാസം 14 ലോഞ്ച് ചെയ്ത് is managed by the Small Farmers Agri Business Consortium under the Ministry of Agriculture and Farmers Welfare. കർഷക മന്ത്രാലയത്തിൻ്റെ സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം SFAC സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യമാണ് ആരെ മാനേജ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈനാം എന്ന പദ്ധതിയെ മാനേജ് ചെയ്യുന്നത്. സോ ഈനാം ഈസ് മാനേജ്ഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ശരിയാണ്. പക്ഷേ മന്ത്രാലയം നേരിട്ടല്ല, മന്ത്രാലയത്തിന് കീഴിലുള്ള SFAC എന്ന കൺസോർഷ്യമാണ് ഈ ഒരു പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നതെന്നാണ് ആദ്യമേ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കണം. ഈനാം ഈസ് നോട്ട് എ പാരലൽ മാർക്കറ്റ്, ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ലെയർ ഓവർ ദി എക്സിസ്റ്റിംഗ് ഫിസിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ മണ്ടീസ്. അതായത് ഇതൊരു പുതിയൊരു പലരുടെയും തെറ്റിദ്ധാരണ, ഈനാം എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസ് വരുന്നു എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് പുതിയൊരു മാർക്കറ്റ് അവിടെ തുറന്നു കിട്ടിയതാണ്, പുതുതായി ഒരു ഇലക്ട്രോണിക് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാർക്കറ്റ് അവിടെ രൂപീകൃതമായതാണ്, അല്ലാതെ നിലവിലുള്ള മാർക്കറ്റ് അല്ല, പുതിയതാണ് എന്ന് നമുക്കൊരു കരുതലുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് എൻറ്റയർലി ന്യൂ. അതൊരു പുതിയ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല, നിലവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള മന്തികളെ ഈ ഇലക്ട്രോണിക് മാധ്യമത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമാണ്. ഇപ്പം നിലവിൽ കേരളത്തിലൊരു 20 അത്തരത്തിലുള്ള അല്ലെങ്കിൽ 14 ജില്ലയിൽ ഓരോ ജില്ലയിലും ഓരോ കാർഷിക മന്തി വീതമുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ പഞ്ചാബിലുണ്ട് ഇതുപോലെ എന്ന് കരുതുക, 20 ഉണ്ടെന്ന് കരുതുക. ഈ നിലവിലുള്ള മന്തികളെ ഡിജിറ്റൈസ് ചെയ്യും. ഇപ്പോൾ കേരളത്തിലുള്ള ആൾ നോക്കുമ്പോൾ എനിക്ക് പഞ്ചാബിലെ മന്തിയും കാണാൻ പറ്റും, പഞ്ചാബിലുള്ള ആൾ നോക്കുമ്പോൾ കേരളത്തിലുള്ള മന്തികളെയും അല്ലെങ്കിൽ മാർക്കറ്റുകളെയും കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അതുണ്ടാവില്ല. പിന്നെ ഇവിടെ ചില വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ പറയുന്ന ഈനാം പദ്ധതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കേരളത്തിലുള്ളൊരു ഉപഭോക്താവാണ് അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനാണ്, ട്രേഡറാണ് എനിക്ക് കൂടുതൽ വില തന്നത്, ഞാൻ പഞ്ചാബിലുള്ള ഒരു കർഷകനാണെന്ന് കരുതുക, കേരളത്തിലുള്ള ഒരാളാണ് കൂടുതൽ വില തന്നെങ്കിൽ എൻ്റെ ഈ ഉൽപ്പന്നം മുഴുവൻ കേരളത്തിലോട്ട് അയക്കണം. അപ്പോൾ അത്രയും ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട് എനിക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചാബിൽ തന്നെ ഉള്ള ഒരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വില കുറവായിരിക്കും. ബട്ട് എനി ഹൗ ആൾക്കാർക്ക് കുറേ പോസിബിലിറ്റി കൊടുക്കുന്നു, നിങ്ങൾ തീരുമാനിക്കുക ഇതിൽ ഏത് വേണം എന്നുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്ന രീതിയിൽ ഒരു ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നു എന്നുള്ള ഒരു വാസ്തവമാണ്. ഗേറ്റ് എൻട്രി, ഫാമേഴ്സ് ബ്രിങ് പ്രൊഡ്യൂസ് ടു ദി മന്തി, ഡീറ്റെയിൽസ് ആർ എൻറ്റേർഡ് ഇൻ ടു ദി ഈനാം ആപ്പ്. അപ്പോൾ ഈ മന്തികളിലേക്ക്, അതായത് ഫിസിക്കൽ മന്തികളിലേക്ക് ആൾക്കാർ ഫാമേഴ്സ് ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ഒരു ഈനാം ആപ്ലിക്കേഷനിലേക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും. ആൻഡ് ദെൻ ഇറ്റ് വിൽ അണ്ടർഗോ ക്വാളിറ്റി ടെസ്റ്റിംഗ്, scientific testing of parameters like moisture, purity and all those things are found out. മാർക്കറ്റുകൾ ഈ പറയുന്ന പരിശോധനകൾ നടത്തുകയും ഈ പരിശോധനകൾ നടത്തി കിട്ടിയ റിസൾട്ടുകളെയും മറ്റും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് ഈ പറയുന്ന ഫാർമറിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് പ്രോഡക്റ്റ് എന്ത് കൊമോഡിറ്റിയെ കൊണ്ടുവന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവുമല്ലോ. ആ ഡീറ്റെയിൽസിനോടൊപ്പം ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. സോ എനിബഡി ക്യാൻ ആക്സസ് ദിസ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അത് കാണാൻ പറ്റും. നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കുറച്ചുകൂടി ക്രെഡിബിലിറ്റി കൂട്ടും എന്നുള്ളതാണ് ആ പ്രൊഡ്യൂസുകളുടെ. അതിനുശേഷം ഈ ബിഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. ട്രേഡേഴ്സ് അക്രോസ് ഇന്ത്യ സീ ദി ക്വാളിറ്റി റിപ്പോർട്ട് ആൻഡ് ബിഡ് ഫോർ ദി ലോട്ട് വയ ദി പോർട്ടൽ. ഈ ഈനാം എന്ന സംവിധാനം ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ എവിടെയുള്ളൊരു ട്രേഡറിന് വേണമെങ്കിലും ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് ഇത് നേരിട്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ നെല്ല് വിൽക്കാനാണ് വന്നത് ഒരു കർഷകനെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെല്ല് ഞാൻ വാങ്ങണമെങ്കിൽ എനിക്കറിയില്ല നെല്ല് ക്വാളിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ കേടായതാണോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. ഇത് അറിയാണ്ട് കാണാണ്ട് തൊട്ട് നോക്കാണ്ട് ഞാൻ എങ്ങനെ ഇതിന് വില പറയും? അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതിനാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ഈ ക്വാളിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിനിടയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ ഇത് എത്രത്തോളം മികച്ചൊരു ഉൽപ്പന്നമാണ് എന്നുള്ളതൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യും. അപ്പോൾ ആ ക്വാളിറ്റി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ വില അവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്, അതിനുശേഷം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പേയ്മെൻറ്റ് നടത്തുന്നതും ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദി ഫാമർ ആക്സെപ്റ്റ്സ് ദി ബിഡ്, പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് ഡയറക്ട്ലി ത്രൂ ദെയർ ബാങ്ക് അക്കൗണ്ട്. ഇവിടെ DBT ആണ്, അതായത് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ് എന്ത് നടക്കുന്നത്, ട്രാൻസാക്ഷൻ നടക്കുക. ഈ പറയുന്ന ട്രേഡറിൽ നിന്ന് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശ് വരികയാണ് ഫാർമറിൻ്റെ. ഇവിടെ മറ്റൊരു ഗുണം ഗവൺമെൻറ്റിനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടും കണക്ക്
എന്താ പറയുക രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ് ഇവിടെ നടക്കുക. കാരണം ബാങ്ക് അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മോണിറ്റേഡ്. അത് മോണിറ്റേഡ് ആണ്, RBIയുടെ റെഗുലേഷൻസിനുള്ളിലാണ്. കൃത്യമായിട്ട് ടാക്സ് അസസ്മെൻറ്റിന് ഈ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നമ്മൾ സഹായിക്കും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ടാക്സ് പൂളിലുള്ള ഒരു ഇവേഷൻസ്, പലരും ഇത്തരത്തിൽ ഫിസിക്കൽ ക്യാഷ് ഹാൻഡിൽ ചെയ്ത് ടാക്സ് അടയ്ക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ ഫുൾ ട്രാൻസാക്ഷനും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ബാങ്ക് ത്രൂ ആകുന്നത് കൊണ്ട് തന്നെ ആ എമൗണ്ടിന് ഇക്വലൻ്റ് ആയിട്ട് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കുറച്ചുകൂടി ഈസിയർ ആയിട്ട് നടക്കും. അത് ഗവൺമെൻറ്റിനൊരു ഗുണമാണ്. പലരും ടാക്സ് അടയ്ക്കാതിരുന്ന പലരെയും ടാക്സബിൾ പൂളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഗവൺമെൻറ്റിന് ഉണ്ട് താനും. കീ ഒബ്ജക്റ്റീവ്സും റിഫോംസും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ടു ജോയിൻ ഈനാം, ദ സ്റ്റേറ്റ് ഗവൺമെൻറ് മസ്റ്റ് ക്യാരി ഔട്ട് 3 മാൻഡേറ്ററി റിഫോംസ് ഇൻ ദെയർ APMCs. എന്താണത്? APMC ആക്ടിനകത്ത് 3 റിഫോംസ് കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. APMC ആക്ട് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ APMC എന്താണെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ഒന്ന്, സിംഗിൾ ട്രേഡിംഗ് ലൈസൻസ്, അതായത് വിച്ച് ഷുഡ് ബി വാലിഡ് അക്രോസ് ദി എൻ്റയർ സ്റ്റേറ്റ്. ഇപ്പോൾ ഒരു സിംഗിൾ ട്രേഡിംഗ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് സിംഗിൾ ട്രേഡിംഗ് ലൈസൻസ് ആയിരിക്കും. അതൊക്കെ ആ സ്റ്റേറ്റിൽ എല്ലായിടവും എന്ത് ചെയ്യാൻ പറ്റണം, സ്റ്റേറ്റിലുടനീളം ട്രേഡിംഗ് ലൈസൻസ് ട്രേഡ് ചെയ്യാൻ പറ്റണം. സിംഗിൾ പോയിന്റ് മാർക്കറ്റ് ഫീ ലെവിഡ് ഓൺലി വൺസ്, അതായത് എവിടെയാണോ ഈ സെയിൽ നടക്കുന്നത് ആ സെയിൽ നടക്കുന്നിടത്ത് മാത്രമായിരിക്കണം ഈ ട്രേഡർ അതിൻ്റെ ഫീ കൊടുക്കേണ്ടി വരുന്നത്, മാർക്കറ്റ് ഫീ കൊടുക്കേണ്ടി വരുന്നത്. അല്ലാതെ എല്ലായിടത്തും ഓരോടത്തോട്ടും പോകുന്ന സമയത്ത് ഓരോടത്തും അതിനുള്ള ഫീ കളക്ട് ചെയ്യേണ്ടി വന്ന ട്രേഡേഴ്സ് ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ സിംഗിൾ പോയിന്റ് മാർക്കറ്റ് ഫീ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരുന്നു. 3, പ്രൊവിഷൻ ഫോർ ഇ ഓപ്ഷൻ, ലീഗലൈസിങ് ഇലക്ട്രോണിക് ട്രേഡിംഗ് ആസ് എ മോഡ് ഓഫ് പ്രൈസ് ഡിസ്കവറി. കൃത്യമായി വില കണ്ടുപിടിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഓപ്ഷൻ ബിഡിങ് നടത്തുന്നതിന് വേണ്ടി, അതായത് ലേലത്തിൽ പങ്കെടുക്കുന്നതിന് ഈ ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിക്കാനുള്ള സംവിധാനം നിയമപരമാക്കണം. ഇത് സംസ്ഥാനങ്ങൾ അവരവരുടെ APMC ആക്ടുകളിൽ കൊണ്ടുവരേണ്ട നിർദ്ദേശങ്ങളാണ്. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിലാണ് ഈനാം പദ്ധതിക്കുള്ളിലേക്ക് സംസ്ഥാനങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. 2026 ജനുവരി വരെയുള്ള ഒരു സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മണ്ഡി ഇൻ്റഗ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓവർ 1522 മണ്ടീസ് ഹാവ് ഓൺ ബോർഡഡ് അക്രോസ് 23 സ്റ്റേറ്റ്സ് ആൻഡ് 4 യൂണിയൻ ടെറിട്ടറീസ്. ആകെ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളുമാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 23 സംസ്ഥാനങ്ങളിലും 4 യൂണിയൻ ടെറിട്ടറികളിലുമായി 1522 മണ്ടികൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ഈനാം പോർട്ടലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. മോർ ദാൻ 1.8 crore ഫാർമേഴ്സ് ആൻഡ് 2.7 lakh ട്രേഡേഴ്സ് ആർ രജിസ്റ്റേർഡ്. അതിൽ 1.8 കോടി കർഷകരും 2.7 ലക്ഷം ട്രേഡേഴ്സുമാണ് ഓൾറെഡി ഈ പറയുന്ന 1522 മണ്ടികളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ, നല്ല നമ്പർ തന്നെയാണ് അല്ലേ. കമ്മോഡിറ്റീസ് ട്രേഡിംഗ് ഈസ് അവൈലബിൾ ഫോർ ഓവർ 24/7 എന്നാണ് ഞാൻ ആദ്യം വായിക്കാൻ വന്നത്, ക്ഷമിക്കുക. 247 commodities including food grains, oil seeds, fruits, vegetables etc. 247 കോമോഡിറ്റികളാണ് ഈനാം പദ്ധതി വഴി നിലവിൽ 2026 ജനുവരി വരെയുള്ള കണക്ക് പ്രകാരമാണ് നമ്മളിത് സൂചിപ്പിക്കുന്നത്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കണക്കുകൾ എന്ന് പറയുന്നത്. ഇതിനപ്പുറം അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്ഡേഷൻ വരുമ്പോൾ അത് തരുന്നതായിരിക്കും. അത് അടുത്ത മാസമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബട്ട് ഇല്ല, നമ്മുടെ പരീക്ഷയ്ക്ക് വരാനിരിക്കുന്ന പരീക്ഷയ്ക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷന് ഇനി ഇൻ കേസ് അപ്ഡേഷൻ നടന്നാലും ഇതിന് അനുപാതികമായിട്ടുള്ളതോ അടുത്ത് നിൽക്കുന്നതോ ആയിട്ടുള്ള വാല്യൂസ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും കാണുമ്പോൾ തന്നെ. നിങ്ങൾ പഠിച്ച വാല്യൂവും ചോദ്യത്തിലെ ഓപ്ഷനിൽ കാണുന്ന വാല്യൂവും തമ്മിലുള്ള പ്രോക്സിമിറ്റി, അടുപ്പം എത്രയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ശരി ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു ഫാക്റ്റ് കൂടി അറിഞ്ഞിരിക്കുക. അതാണ് കറണ്ട് സ്റ്റാറ്റസ്. ട്രേഡ് വാല്യൂ നോക്കിയാൽ 4 ലക്ഷം കോടിക്ക് മുകളിലുള്ള ട്രേഡ് ഓൾറെഡി ഈ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. 4 ലക്ഷം കോടി. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയുടെ ഒരു റവന്യൂ ഗവൺമെൻറ്റിന് ഉണ്ടായി കാണുമെന്നുള്ളത് ആലോചിച്ച് നോക്കിയേ. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഈനാം പദ്ധതിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ അഗ്മാർക്ക് നെറ്റ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നൊരു പദ്ധതി ഞാൻ പറഞ്ഞുതരാം. In November 2025, the portal was technologically upgraded to integrate with the AgmarkNet 2.0, providing real-time price intelligence from over 44,300 mandis directly on the Enam app. Enam ആപ്പിലേക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിയൽ ടൈം ആയിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സ്, പ്രൈസ് അപ്ഡേറ്റ്സ് ഈനാം ആപ്പിലേക്ക് വരുന്ന രീതിയിൽ 2025 നവംബർ മുതൽ ഈ ഈനാം എന്ന് പറയുന്ന പോർട്ടലിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. പിന്നെ അഗ്മാർക്ക് നെറ്റുമായിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് റിയൽ ടൈം ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, റിയൽ ടൈം അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള പ്രൈസ് എന്താണ്, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പ്രൈസിന് വ്യത്യാസം വന്നാൽ ആ പ്രൈസ് എന്താണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. സാധാരണ നേരത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് ഈ പ്രൈസ്, ഇന്നത്തെ പ്രൈസ് എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ പ്രൈസാണ്.
ഒരു ദിവസത്തിനുള്ളിൽ വരുന്ന പ്രൈസ് വോളറ്റൈലിറ്റിനൊന്നും അത് മനസ്സിലാക്കിയിരുന്നില്ല അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇത് റിയൽ ടൈം മോണിറ്ററിംഗ് ആണ്. ഓരോ സമയത്തെയും പ്രൈസ് വേരിയേഷൻസ് ഈനാം ആപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുപോലെ POP, ഈനാം നൗ ആക്ട് ആസ് എ ഹബ് കണക്ടിങ് എക്സ്റ്റേണൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഫോർ ലോജിസ്റ്റിക്സ്, ക്വാളിറ്റി അസേയിങ്, വെയർ ഹൗസിങ്, ഫിൻടെക് സർവീസ്, അതായത് ഫിനാൻഷ്യൽ ടെക് സർവീസസ്, ഇങ്ങനെയുള്ളവയെല്ലാം കണക്ട് ചെയ്യുന്നൊരു ഒരു പ്ലാറ്റ്ഫോം കൂടിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈനാം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ട്രേഡറാണ്, കേരളത്തിൽ നിന്നാണ്. ഞാൻ പ്രോഡക്റ്റ് വാങ്ങുന്നത് പഞ്ചാബിൽ നിന്നാണ്. അപ്പോൾ പഞ്ചാബിലെ ഒരു കർഷകൻ്റെ പ്രോഡക്റ്റിന് ഞാൻ നല്ല വില കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് അദ്ദേഹം എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ തയ്യാറാവുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വിൽക്കാൻ തയ്യാറാവുകയും ഞാൻ പർച്ചേസ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമേ എനിക്ക് ആ കോമോഡിറ്റി കിട്ടുന്നില്ല. അത് അവിടെ നിന്ന് ഇവിടം വരെ വരണമല്ലോ. അപ്പോൾ ക്വാളിറ്റി അസസ്മെൻറ്റ് നടത്തണം. ഇപ്പോൾ അവരൊരു ക്വാളിറ്റി ടെസ്റ്റിംഗ് ചെയ്തുവെങ്കിലും ഞാൻ എൻ്റേതായ ഒരു ക്വാളിറ്റി അസസ്മെൻറ്റ് നടത്തണം. അതിന് പഞ്ചാബിലുള്ള ഒരു ക്വാളിറ്റി അസസിങ് ടീമിനെ ഞാൻ ഏൽപ്പിക്കും. ആ ടീം ഈ ഒരു പദ്ധതി വഴി അവിടെ പോയി ഇത് ചെക്ക് ചെയ്യണം. അതുമാത്രമല്ല ലോജിസ്റ്റിക്സ്, എനിക്ക് അവിടെ നിന്ന് കോമോഡിറ്റി തിരിച്ച് ഇനി എത്തിക്കണമല്ലോ, കേരളത്തിലെത്തിക്കണം. പഞ്ചാബിൽ നിന്ന് അതിനെ കേരളത്തിൽ കൊണ്ടുവരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് സംസ്ഥാനത്തേക്കാണ് ഞാനത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഞാൻ ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ വെയർ ഹൗസിങ്, എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോർ ചെയ്യേണ്ട സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. ഇനി ഇതിനുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ഞാൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഫിനാൻഷ്യൽ സർവീസസിൻ്റെയും ആവശ്യകതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നടക്കും എന്ന് പറയുന്നൊരു കാര്യം ഒന്ന് ആലോചിക്കുമ്പോൾ ഒരു ബിസിനസ് അവിടെ നടക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ സംവിധാനങ്ങളിലേക്ക് മണി ഫ്ലോ എത്തുകയും അവരെല്ലാവരും ഫ്ലറിഷ്ഡ് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ മാത്രമല്ല വേറെ സാധാരണഗതിയിലായാലും ഇത് സംഭവിക്കാറുണ്ട്. ബട്ട് എന്നാലും ഇത് കുറച്ചുകൂടി ഒരു സ്ട്രക്ചേർഡായിട്ട് ക്ലിയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ AI ബേസ്ഡ് ആയിട്ടുള്ള ആ സെയിങ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് AI കാലഘട്ടമാണ്, എന്തും AI ബേസ്ഡ് ആണ്. സോ ദ മൊബൈൽ ബേസ്ഡ് AI ടൂൾസ് ആർ ബീങ് റോൾഡ് ഔട്ട് ടു അലോ ഫാമേഴ്സ് ടു ടെസ്റ്റ് ക്വാളിറ്റി യൂസിങ് ജസ്റ്റ് എ സ്മാർട്ട് ഫോൺ ക്യാമറ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ വിഷ്വൽ, അത് കേവലം ഒരു വിഷ്വൽ അസസ്മെൻ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അതായത് ഒരു വളരെയധികം പഴക്കം വന്നൊരു കർഷകനോ അല്ലെങ്കിൽ ഒരു ട്രേഡർക്കോ ഈ ഒരു ഉൽപ്പന്നം കയ്യിലെടുത്താൽ അതിൻ്റെ ക്വാളിറ്റി ഏകദേശം വിഷ്വൽ അപ്പിയറൻസ് വരെ ഒരു വിഷ്വൽ ടെസ്റ്റിംഗ് നമുക്ക് നടത്താൻ സാധിക്കില്ല. കാഴ്ചയിലുള്ള നിറം, ഗന്ധം പോലുള്ളവ വെച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്ചർ, അതിൻ്റെ വലുപ്പം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏലക്കായാണെന്ന് കരുതുക. ഏലക്കായ കേരളത്തിൽ നിന്ന് കൃഷി ചെയ്ത് ഞാൻ മറ്റേതെങ്കിലും മന്തിയിലേക്ക് അയക്കാൻ, മറ്റേതെങ്കിലും ആൾക്ക് ട്രേഡർക്ക് അയക്കാൻ പോകണം. പക്ഷേ ആ ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരുപാട് കാലമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു ട്രേഡറോ ഈ ഏലം കൃഷി ചെയ്യുന്ന ആളോ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വന്ന് ഈ ഏലം കണ്ടാൽ ഒന്ന് കയ്യിലെടുത്താൽ അറിയാം ഏകദേശം ഇതിൻ്റെ ഒരു ക്വാളിറ്റി. ഒരു 80% ഈ ഒരു ഏലക്കയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. അപ്പോൾ സമാനമായ രീതിയിലുള്ള വിഷ്വൽ അപ്പിയറൻസിൽ നിന്ന് നമുക്ക് ചില ഇൻഫറൻസസ് കിട്ടും അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി. അപ്പോൾ അത്തരം വിഷ്വൽ അപ്പിയറൻസിൽ നിന്ന് നമുക്കൊരു ക്വാളിറ്റി അസസ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി AI ബേസ്ഡ് ആയിട്ടുള്ളൊരു ടൂളും ഈനാമിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ഈ ഉൽപ്പന്നത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അസസ്മെൻറ്റ് ചെയ്തിട്ട് ഇത് വാങ്ങേണ്ടതല്ല എന്നുള്ളതാണെങ്കിൽ അങ്ങനെ വാങ്ങാൻ പറ്റും, നല്ല ക്വാളിറ്റിയാണ്, കുഴപ്പമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അസസ്മെൻറ്റ് ചെയ്തു തരും. അതുപോലെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുമായിട്ടുള്ള ഇൻറ്റഗ്രേഷൻ, അതായത് ഫാമേഴ്സ് ക്യാൻ നൗ യൂസ് the AIF, Agriculture Infrastructure Fund, to set up ENAM compliance sorting and grading units at the farm gate. ഫാം ഗേറ്റിൽ തന്നെ കർഷകർക്ക് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ സോർട്ടിങ് ആൻഡ് ഗ്രേഡിംഗ് യൂണിറ്റുകൾ, ഈ ഉൽപ്പന്നങ്ങളെ സോർട്ട് ചെയ്തും ഗ്രേഡ് ചെയ്തും ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട്, തരംതിരിച്ചൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റുകൾ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഫാമേഴ്സിന് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും ഈനാം പദ്ധതി വഴി എന്നുള്ളതാണ്. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഈനാമുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ എന്താണ് ഈ നാം എന്നിനി ചോദിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈനാമിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്താണ് ഈനാം പദ്ധതി, എന്താണ് ഈനാം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകൾ എന്നുള്ളത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പദ്ധതിയാണ് PM ആശാ സ്കീം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദി സ്കീം helps farmers avoid selling their crops at low prices right after harvest. It also supports the growing of pulses and oil seeds, which can help the country become more self-reliant producing these crops. അതായത് ഫാമേഴ്സ് പ്രൊഡക്ഷന് ശേഷം വളരെ തുച്ഛമായ വിലയ്ക്ക് തൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് എന്നാണ് പറയുന്നത്. വായിച്ചു നോക്കാം എന്ന് തുടങ്ങി എന്താണ് ഇതിൻ്റെ ബാക്കി വസ്തുതകളെന്ന്. PM ആശയെ പറ്റി ചെറിയൊരു പരാമർശം നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ നടത്തിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ളൊരു വിശദമായൊരു പരിശോധന ഇവിടെ ചെയ്യാം. പ്രധാനമന്ത്രി അന്നദാത ആയ സംരക്ഷൺ അഭിയാൻ, ഇതാണ് PM ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം. ഇറ്റ് ഈസ് എൻ അംബ്രല സ്കീം ലോഞ്ച്ഡ് ഇൻ 2018, എന്നാൽ ലോഞ്ച് ചെയ്ത 2018,
To ensure that farmers growing pulses, oilseeds and copra actually receive the minimum support price promised by the government. ഗവൺമെൻറ് പ്രോമിസ് ചെയ്തിരിക്കുന്ന MSP, ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പഠിച്ചതാണ്, ഇല്ലാത്തവർ ആ ക്ലാസ് കാണണം, ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായ MSP പറഞ്ഞിട്ടുള്ളത് കൃത്യമായ ഫാമേഴ്സിന് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ആരംഭിച്ചൊരു പദ്ധതിയാണ് PM ആശ എന്ന് ആരംഭിച്ചു 2018. പ്രധാനമന്ത്രി അന്നദാതായ സംരക്ഷൺ അഭിയാൻ എന്ന് പറയുന്നത്, അന്നദാതായ സംരക്ഷണം ചെയ്യുന്നു അല്ല അന്നദാതാക്കളെ, അന്നദാതാവ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സാണ് എസെൻഷ്യലി, അപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ളൊരു അഭിയാനാണ്, സ്കീമാണെന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ഡിസൈൻഡ് ടു പ്ലഗ് ദ ഗ്യാപ്പ് in the procurement system where MSP was announced but market prices remained lower due to lack of government intervention. കാരണം ഈ MSP കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അതൊരു നല്ല ഇനിഷ്യേറ്റീവ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതായത് മിനിമം താങ്ങുവില എന്ന് പറയുന്ന സാധനം, നിങ്ങളുടെ ഉൽപ്പന്നത്തിന് മിനിമം ഇത്ര വില ഉണ്ടാകണം എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ഇതിനൊരു നിയമപരമായിട്ടുള്ള സാധുതയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമ്പാരിസണിൽ പറഞ്ഞു. FRPയും പിന്നെ MSPയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. FRPക്ക് ഒരു നിയമപരമായ ബാക്കിംഗ് ഉണ്ട്, ഒരു സ്റ്റാറ്റ്യൂട്ട് ബാക്കിംഗ് ഉണ്ട്, മിൽ ഓണേഴ്സ് ബൗണ്ടഡ് ആണ് ആ കാര്യത്തിൽ. പക്ഷേ MSPയുടെ കാര്യത്തിൽ ആ ബൈൻഡിങ് ഇല്ല. MSP ഗവൺമെൻറ്റാണ് പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഓഫറിംഗ് ആണ് MSP എന്നുള്ളതുകൊണ്ട് തന്നെ ഈ കർഷകരിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുന്നയാൾ MSP കൊടുത്തുകൊള്ളണമെന്ന് നിർബന്ധമില്ല എന്ന സാരം. കർഷകൻ വേണമെങ്കിൽ MSPയിൽ താഴെയുള്ളൊരു വിലയ്ക്കും ഇത് കൊടുക്കാൻ നിർബന്ധിതനായേക്കും. അപ്പോൾ PM ആശ സ്കീം അത് സംഭവിക്കുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറവായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ PM ആശ സ്കീമിൻ്റെ ഒരു പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. PM ആശ സ്കീമിന് 3 പ്രധാനപ്പെട്ട പില്ലേഴ്സാണ് ഉള്ളതെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഓരോ പില്ലേഴ്സും. The scheme operates through 3 distinct components allowing states to choose the one that best suits their local market. 3 പ്രധാന കോമ്പോണൻറ്റുകൾ ഈ PM ആശ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. 3 നെടുന്തൂണുകൾ. അതിൽ ഏത് തൂണാണ് നിങ്ങളുടെ സംസ്ഥാനത്തിന് അനുയോജ്യം, നിങ്ങളുടെ മാർക്കറ്റിന് അനുയോജ്യം, അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ പദ്ധതി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തത് PSS ആണ്, അതായത് പ്രൈസ് സപ്പോർട്ട് സ്കീം. ആദ്യത്തെ കൊമ്മോഡിറ്റിയിലെ ആദ്യത്തെ പില്ലർ എന്താ മക്കളെ? PSS, അതായത് പ്രൈസ് സപ്പോർട്ട് സ്കീം എന്ന് പറയും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫിസിക്കൽ പ്രൊക്യൂർമെൻറ്റ് ഓഫ് പൾസസ്, ഓയിൽ സീഡ്സ് ആൻഡ് കൊപ്ര ബൈ സെൻട്രൽ ഏജൻസീസ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? അതായത് ഈ പറയുന്ന പൾസസ്, ഓയിൽ സീഡ്സ്, കൊപ്ര പോലുള്ളവയെല്ലാം സെൻട്രൽ ഏജൻസീസ് തന്നെ, ഇപ്പോൾ നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലുള്ള സെൻട്രൽ ഏജൻസീസ് തന്നെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും? പ്രൊക്യൂർമെൻറ്റ് ചെയ്യും. അത് ഫിസിക്കലി പ്രൊക്യൂർ ചെയ്യും. കോസ്റ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് ബിയേഴ്സ് ദി പ്രൊക്യൂർമെൻറ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ദി ലോസസ്. അതിന് MSPയിൽ തന്നെ ആയിരിക്കും പർച്ചേസ് ചെയ്യുക അല്ലേ. ഫോർ എക്സാമ്പിൾ സിറിയൽസോ പൾസസോ ഏതെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഉൽപ്പാദിപ്പിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് വരുന്നു, ഗവൺമെൻറ് ഫിസിക്കലി ഈ പറയുന്ന സാധനം മുഴുവനായിട്ട് പ്രൊക്യൂർ ചെയ്യും, നമ്മളെ ഇന്ന് കൊണ്ടുപോകും, വണ്ടി കയറ്റിക്കൊണ്ട് അവരുടെ വെയർ ഹൗസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. എവിടെ? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയൊക്കെ വെയർ ഹൗസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന MSP നമുക്ക് തരുകയും ചെയ്യും. മിനിമം സപ്പോർട്ട് പ്രൈസ് അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിൽ കൂടുതൽ തരും, മിനിമം എത്രയെങ്കിലും തന്നിരിക്കും. ഗവൺമെൻറ് എന്താ പറയുക, ഓൾറെഡി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന MSP എനിക്ക് നിർബന്ധമായിട്ടും കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. ദാറ്റ് ഈസ് വൺ തിങ്. കണ്ടീഷൻ പ്രൊക്യൂർമെൻറ്റ് ഈസ് capped at 25% ഓഫ് ദി ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ഫോർ ദാറ്റ് സീസൺ. അതായത് ഒരു സീസണിൽ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 25% മാത്രമായിരിക്കും മാക്സിമം ഇത്തരത്തിൽ ഗവൺമെൻറ് നേരിട്ട് പ്രൊക്യൂർ ചെയ്യുന്നതിൽ ഉണ്ടാവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇതൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ എളുപ്പമല്ലേ, എല്ലാം ഗവൺമെൻറ് അങ്ങ് എടുത്താൽ പോരെ എന്ന് വിചാരിക്കും ആൾക്കാർ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് പൂട്ടിപ്പോവും. അതുകൊണ്ട് ഇതിലൊരു ക്യാപ്പിംഗ് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തോളാം, ഗവൺമെൻറ് എടുക്കും, കേന്ദ്ര ഗവൺമെൻറ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. എത്ര എടുക്കും? ഞാൻ പരമാവധി 4/1 പ്രൊഡക്ഷനെ ഞാൻ എടുത്തുകൊള്ളാം. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ്റെ സ്റ്റേറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സീസണിൽ കേട്ടോ, ഇപ്പോൾ ഖാരിഫ് സീസൺ ആണെങ്കിൽ അങ്ങനെ, റാബി സീസൺ ആണെങ്കിൽ അങ്ങനെ, സെയ്ദ് ആണെങ്കിൽ അങ്ങനെ, ആ ഒരു സീസണൽ പ്രൊഡക്ഷൻ്റെ മാക്സിമം 25% ഇത്തരത്തിൽ പ്രൈസ് സപ്പോർട്ട് സ്കീം മുഖാന്തരം നേരിട്ട് ഗവൺമെൻറ് പ്രൊക്യൂർ ചെയ്യുന്നതെന്നുള്ളതാണ് 25%. ബാക്കി 75% മാർക്കറ്റിൽ ഓടിക്കോണം. ക്ലിയർ ആണോ? അല്ലെങ്കിൽ എല്ലാം ഗവൺമെൻറ്റിൻ്റെ തലയിലിരിക്കും, അത് പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ക്ലിയർ ആണോ മക്കളെ? അതാണ് ആദ്യത്തെ ഒരു സ്കീം എന്ന് പറയുന്നത്. 2 PDPS. ആദ്യ സ്കീം വ്യക്തമാണെന്ന് മനസ്സിലാവുന്നു. 2 PDPS. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന PM ആശയിൽ വരുന്ന സ്കീമുകളാണ്. ആദ്യത്തേത് പ്രൈസ് സപ്പോർട്ട് സ്കീം എന്ന് പറയും. അവിടെ ഗവൺമെൻറ് നേരിട്ട് കർഷകരിൽ നിന്ന് പ്രോഡക്റ്റ് പ്രൊക്യൂർ ചെയ്യും, MSP തരും. പക്ഷേ അവിടെ പ്രൊക്യൂർമെൻറ്റിന് ഒരു കണ്ടീഷനുണ്ട്. ഒരു സ്റ്റേറ്റിൽ ഒരു സീസണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊക്യൂർമെൻറ്റിൻ്റെ 25% ഇത്തരത്തിൽ നേരിട്ട് അബ്സോർബ് ചെയ്യുക എന്നുകൊണ്ട്. രണ്ടാമത്തെ സ്കീം പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെൻറ്റ് സിസ്റ്റം. ഇതാണ് പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെൻറ്റ് സ്കീം അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെന്താ പറയുക? ഇതിനകത്ത് ഫിസിക്കൽ പ്രൊക്യൂർമെൻ്റ് ഒന്നുമില്ല, നേരിട്ട് ഗവൺമെൻറ് വന്ന് എടുക്കുന്ന മാതിരി പരിപാടിയൊന്നുമില്ല. ദ ഗവൺമെൻറ് പേയ്സ് ദ ഫാമർ
ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി MSP ആൻഡ് ദി ആക്ച്വൽ മാർക്കറ്റ് പ്രൈസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 1 കിലോ അരി ഉൽപ്പാദിപ്പിച്ചു. എനിക്ക് 1 കിലോ അരി ഉൽപ്പാദിപ്പിക്കുന്നതിന് 50 പൈസ ചിലവായി, അതായത് 0.5 രൂപ ചിലവായി. ഓക്കെ, അപ്പോൾ ഫുൾ നാഷണൽ ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് MSP നിർണ്ണയിക്കുക എന്നൊക്കെ നമ്മൾ MSPയുടെ ക്ലാസ്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. സോ MSP നിർണ്ണയിച്ച് വെച്ചിട്ടുണ്ട് 1.5 രൂപ പെർ കിലോഗ്രാം. അരിക്ക് 1.5 രൂപയാണ് പെർ കിലോഗ്രാം MSP എന്ന് പറയുന്നത്. MSP ആണ്. ഓക്കെ, ഇതാണ് MSP. പക്ഷേ അരിക്ക് അദ്ദേഹം വിൽക്കാൻ പോകുന്ന സമയത്ത് കിട്ടിയ തുക എന്ന് പറയുന്നത് ലെറ്റ്സ് എ മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് കിട്ടിയ പ്രൈസ് 1 രൂപയാണെന്ന് കരുതുക. ലെറ്റ്സ് എ 1 rupees പെർ kg. ഇത് മാർക്കറ്റ് പ്രൈസ് MP ആണല്ലോ. ആണ്. അപ്പോൾ കർഷകനോട് ഗവൺമെൻറ് പറഞ്ഞതാണ്, നിങ്ങൾ വിള ഉൽപ്പാദിപ്പിക്കൂ, നമ്മളിവിടെ നിങ്ങൾക്ക് ഒരു MSP എന്ന് പറയുന്നൊരു സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിനിമം 1.5 രൂപ കിലോഗ്രാമിന് കിട്ടിയിരിക്കും. പക്ഷെ മാർക്കറ്റ് വിൽക്കാൻ പോയപ്പോൾ 1 രൂപ വെച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ കർഷകന് സങ്കടം വരും. കർഷകൻ കേട്ടതാണ്, ഗവൺമെൻറ് പറഞ്ഞത് 1.5 വെച്ച് തരും എന്ന് പറഞ്ഞതാണ്. പക്ഷേ മാർക്കറ്റിൽ ചെന്നപ്പോൾ മാർക്കറ്റ് പ്രൈസ് 1 ഉള്ളൂ. കാരണം അതൊരു നിയമപരമായ സാധ്യതയില്ല. നമ്മൾ പറഞ്ഞു മാർക്കറ്റിൽ നിന്ന് ആൾ 1 രൂപയ്ക്ക് എടുക്കാനേ ആളുള്ളൂ, മാക്സിമം ആൾ 1 രൂപയ്ക്ക് എടുക്കുന്നുള്ളൂ. അതിലും കുറവാണ് ചിലർ പറയുന്നത് തുക. അപ്പോൾ 1 രൂപയ്ക്ക് കൊടുക്കാൻ കർഷകൻ നിർബന്ധിതനാവും, 1 രൂപയ്ക്ക് കൊടുക്കും. പക്ഷേ ഇദ്ദേഹം ഒരു 50 പൈസയെങ്കിലും കൂടെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? 1.5 രൂപയുടെ MSP കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ 50 പൈസയിലുണ്ടായ വ്യത്യാസം ഉണ്ടല്ലോ 1 കിലോഗ്രാമിൽ. 1000-ഓ 2000-ഓ കിലോയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ ആണ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായ ഈ അഡീഷണൽ ഡിഫറൻസ് ഉണ്ടല്ലോ, മാർക്കറ്റ് പ്രൈസും MSPയും തമ്മിലുണ്ടായിരുന്ന ഡിഫറൻസ്, MSPയും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരുന്നു? അത് 1.5 മൈനസ് 1, അതായത് 0.5 rupees പെർ കിലോഗ്രാം. 1 കിലോഗ്രാമിന് 50 പൈസയുടെ വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയുന്നതാണ് കേട്ടോ, ഇത്രയായിരിക്കില്ല, കൂടുതൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ പൈസ, അതായത് 1 കിലോഗ്രാമിന് 50 പൈസ വെച്ചിട്ട് കർഷകൻ ആര് നൽകും? ഗവൺമെൻറ് നൽകും. അതിനെയാണ് ഈ പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെൻറ്റ് സിസ്റ്റം. പ്രൈസിലുണ്ടായ ഡെഫിഷ്യൻസിയെ പേയ്മെൻറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സിസ്റ്റമാണ് പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെൻറ്റ് സിസ്റ്റം, PDPS എന്ന് പറയുന്നത്. അപ്പോൾ MSPക്ക് താഴെയാണ് നിങ്ങളുടെ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് എന്നുണ്ടെങ്കിൽ അതിന് എത്ര താഴെയാണോ നിങ്ങൾക്ക് വിൽക്കേണ്ടി വന്നത് അത് MSPയിലേക്ക് മീറ്റ് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഗവൺമെൻറ് നിങ്ങൾക്ക് തരും എന്ന് സാരം ഉദാഹരണത്തിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഫാമേഴ്സ് രജിസ്റ്റർ ഓൺ എ പോർട്ടൽ ആൻഡ് സെൽ ദെയർ പ്രൊഡ്യൂസ് in notified mandis and the deficiency amount is transferred directly to their bank accounts. എത്ര രൂപ വീതമാണ് കിട്ടിയതെന്നുള്ളതൊക്കെ അതിനകത്ത് സൂചിപ്പിക്കും. അപ്പോൾ എത്രയാണോ കുറവ് അത് നേരിട്ട് അവരവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, അതിന് സമാനമായിട്ടുള്ള മറ്റൊരു എക്സാമ്പിളാണ്. ഇഫ് MSP 6000 രൂപയായിരുന്നു ഒരു ടണ്ണിനെന്ന് വിചാരിച്ചോ, 6000 രൂപയായിരുന്നു. മാർക്കറ്റ് പ്രൈസ് പക്ഷേ 5200 രൂപയായിരുന്നുവെങ്കിൽ ഗവൺമെൻറ് 800 രൂപ, ഒരു ഡിഫറൻസ് 800 രൂപ ഉണ്ടായില്ലേ, അത് ഗവൺമെൻറ് തരും. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഞാനിപ്പോൾ പെർ കിലോഗ്രാമിലുള്ള വില വെച്ച് പറഞ്ഞു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 6000 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇതൊരു ടണ്ണിൻ്റെ വിലയാണ്, 1000 കിലോഗ്രാമിൻ്റെ വിലയായിട്ടാണ് നമ്മളിവിടെ കണക്ക് കൂട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത ചോദ്യം. സോറി, തീർന്നില്ലല്ലോ, 2 എണ്ണമല്ലേ ആയുള്ളൂ. 3 സിസ്റ്റം ഇല്ലേ അല്ലേ? ആശയിൽ 3 സിസ്റ്റം ഉണ്ട്, അതിൽ 2 എണ്ണമായി. അപ്പോൾ ആദ്യത്തെ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ നേരിട്ട് ഗവൺമെൻറ് എടുക്കും, കംപ്ലീറ്റ് എമൗണ്ടും MSP ആയിട്ട് തന്നെ തരും. ബട്ട് അവിടെ ഒരു 25% ക്യാപ്പിംഗ് ഉണ്ട്. രണ്ടാമത്തതിൽ എന്താ പറയുക, ഡെഫിഷ്യൻസി വന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് മാത്രം ഗവൺമെൻറ് തരുന്ന ഒരു പരിപാടി. 3 PPPS ആണ്, അതായത് പൈലറ്റ് ഓഫ് പ്രൈവറ്റ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സ്റ്റോക്ക് ലിസ്റ്റ് സ്കീം. ദ സ്കീം പൈലറ്റ് ഓഫ് പ്രൈവറ്റ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സ്റ്റോക്കിസ്റ്റ് സ്കീം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, പ്രൈവറ്റ് പ്ലെയേഴ്സ് ആർ ഇൻവൈറ്റഡ് ടു പ്രൊക്യൂർ ഓയിൽ സീഡ്സ് അറ്റ് MSP ഇൻ സെലക്റ്റഡ് പൈലറ്റ് ഡിസ്ട്രിക്റ്റ്. പ്രത്യേകിച്ച് ഓയിൽ സീഡുകളിലാണ് ആപ്ലിക്കബിൾ ആവുക. ഓയിൽ സീഡുകൾ ചില സെർട്ടൈൻ ആയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ജില്ലകളിൽ നിന്നും മറ്റുമൊക്കെ MSPയിൽ തന്നെ ഓയിൽ സീഡുകളെ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രൈവറ്റ് പ്ലെയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും ഗവൺമെൻറ്. And there should be an incentive. The private player is provided a service charge to cover their cost and they handle the storage and sale of the commodities. അപ്പോൾ ഇവർ ഈ ഒരു കൊമോഡിറ്റി കർഷകന് MSP കൊടുത്ത് പർച്ചേസ് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്ത് അതിനെ വിതരണം നടത്താനുള്ള കാര്യം പ്രൈവറ്റ് പ്ലെയർ നോക്കിക്കോളും. പക്ഷേ ഇതിനകത്ത് ഈ പ്രൈവറ്റ് പ്ലെയർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിനൊരു സർവീസ് കോസ്റ്റ് എന്ന പോലൊരു തുക ഗവൺമെൻറ് ആനുപാതികമായിട്ട് കൊടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതാണ് അവിടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പൻറ്റിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്കീമാണ് മൂന്നാമത് വന്ന PPPS,
പൈലറ്റ് ഓഫ് പ്രൈവറ്റ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സ്റ്റോക്കിസ്റ്റ് സ്കീം എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണ്? ഇത് മൂന്നുമാണ് ഈ PM ആശാ സ്കീമിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് വരുന്ന പദ്ധതി എന്നുള്ളതാണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്കീം. അതാണ് PM ആശ. PM ആശ ഇവിടെ കഴിഞ്ഞു. അടുത്തൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി അല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ഒരു പദ്ധതി. എന്താണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒന്ന്, ഇൻകം സപ്പോർട്ടാണ്. ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിനകത്ത് ആദ്യത്തേത് ഇൻകം സപ്പോർട്ട്. ആർക്കുള്ളതായിരിക്കും? തീർച്ചയായിട്ടും ഫാർമേഴ്സിന്. ടു സപ്ലിമെൻറ്റ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ഓൾ ലാൻഡ് ഹോൾഡിംഗ് farmers families in procuring various inputs related to agriculture and allied activities. കൃഷി അനുബന്ധ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇൻപുട്ടുകൾ ഒരുപാട് വേണം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. വിത്തിടക്കാനും വളം ചെയ്യുവാനും നിലമുഴാനും നിലം ഡെവലപ്പ് ചെയ്തെടുക്കുവാനും എല്ലാത്തിനുമായിട്ട് ഒരുപാട് കാശിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ നിലം ഓൺ ചെയ്യുന്ന ഫാമേഴ്സിന്, കർഷകർക്ക് ഇത്തരം ഇനീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായാർത്ഥം കൊണ്ടുവന്നൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നത് ഇൻകം സപ്പോർട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം ഇനീഷ്യൽ സമയങ്ങളിൽ. രണ്ട്, റിസ്ക് മിറ്റിഗേഷനാണ്. രണ്ടാമത്തെ പദ്ധതി എന്താണ്? രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്താണ്? റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു പ്രൊട്ടക്റ്റ് ഫാമേഴ്സ് ഫ്രം ഫാളിങ് ഇൻ ടു ദി ക്ലച്ചസ് ഓഫ് മണി ലെൻഡേഴ്സ് ഫോർ മീറ്റിംഗ് സച്ച് എക്സ്പെൻസസ്. ശരിയല്ലേ? അത് റിസ്ക്കാണ്. കാരണം ഈ വട്ടപ്പലിശക്കാരും ബ്ലേഡ് എന്നൊക്കെ പറയുന്ന പലിശക്കാരുടെയൊക്കെ കൈകളിലേക്ക് കൃഷി ഇറക്കുന്നതിന് വേണ്ടി ഇവർ അകപ്പെടേണ്ടി വരും. ആ അകപ്പെടൽ റിസ്കി ആയിട്ടുള്ളൊരു സംവിധാനമാണ്. അതുണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാന കോമ്പണന്റ്. അപ്പം ബേസിക്കലി എന്താ ചെയ്യുന്ന ഈ കിസാൻ സമ്മാൻ നിധി എന്ന് വെച്ചാൽ ഒരു നിധി കൊടുക്കുന്ന പോലെയാണ്. കർഷകന് ഒരു നിധിയാണ് ആദ്യം കൊടുക്കുന്ന ഒരു എമൗണ്ടാണ്. അത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേറെ ആരെയും പോയി കാണണ്ടയോ വേറെ ആരിൽ നിന്നും വായ്പ എടുക്കേണ്ടയോ കാര്യം വരാതെ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന ആവശ്യങ്ങൾ നിറവേറ്റാം എന്നുള്ളതാണ്. സോ അണ്ടർ ദിസ് സ്കീം an income support of rupees 6,000 per year is provided to all eligible farmer families across the country. ഈ ഒരു സ്കീം പ്രകാരം എല്ലാ കർഷക കുടുംബത്തിലും ഏകദേശം 6,000 രൂപ പ്രതിവർഷം സൗജന്യമായിട്ട് തന്നെ എല്ലാ കർഷക കുടുംബത്തിലേക്കും കർഷകർക്കും വേണ്ടി എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 6,000 രൂപ 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 4 മാസം കൂടുമ്പോഴാണ് വരിക. ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുമ്പോൾ 3 തവണത്തെ ഇൻസ്റ്റാൾമെൻ്റ് അല്ലേ. അപ്പോൾ 6/3 2,000 രൂപ. 2,000 രൂപ വീതം ഓരോ 4 മാസം കൂടുമ്പോൾ കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന രീതിയിലാണ് ഈ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ഒരു എമൗണ്ടിൻ്റെ ഫിനാൻഷ്യൽ എമൗണ്ടിൻ്റെ ക്രെഡിറ്റിങ് വരുന്നത് എന്നുള്ളതാണ്. പിന്നുള്ളത് DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ തുടങ്ങിയ ഇടനിലക്കാരൊന്നുമില്ല. ഗവൺമെൻറ്റിൽ നിന്ന് നേരിട്ട് കർഷകൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുക. The fund is transferred directly into the bank accounts of the beneficiaries through the Aadhaar linked payment system to ensure transparency and prevent leakages. ഒരു തരത്തിലും ഈ കർഷകന് വേണ്ടി കൊടുക്കുന്ന എമൗണ്ട് പലയിടങ്ങളിലും ഫണ്ട് ഉണ്ടായിട്ടുണ്ട്. പല ഫണ്ടും ആവശ്യമില്ലാതെ പോയിട്ടുമുണ്ട്. അതിവിടെ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യകത ഗവൺമെൻറ്റിനുണ്ട്. സോ നേരിട്ട് സർക്കാർ നൽകുന്ന ഈ ബെനിഫിറ്റ് കർഷകനിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ള ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള DBT സംവിധാനം വഴിയാണ് എമൗണ്ട് കിട്ടുക. ബാങ്ക് ട്രാൻസ്ഫറാണ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ഇത് 100% ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഇറ്റ് ഈസ് 100% സെൻട്രൽ സെക്ടർ സ്കീം. 100% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാത്രം ഫണ്ടിങ് ആണ് ഈ 6,000 രൂപ. മീനിങ് ദി എൻറ്റയർ ഫണ്ടിങ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് ഇത് വരിക. കംപ്ലീറ്റ് ഫണ്ടിങ് വരിക എന്നുള്ളതാണ്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫോർ ദി പർപ്പസ് ഓഫ് ദ സ്കീം എ ഫാമിലി കംപ്രൈസസ് എ ഹസ്ബൻഡ്, വൈഫ്, എ മൈനർ ചിൽഡ്രൻ ആൻഡ് മൈനർ ചിൽഡ്രൻ. അതാണ് ഒരു ഫാമിലി എന്ന് പറയുക. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഐഡൻറ്റിഫൈങ് ദി എലിജിബിൾ ബെനിഫിഷ്യറി ഫാമർ ഫാമിലീസ് റെസ്റ്റ് വിത്ത് ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ്റ്സ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ട് വന്നിട്ടല്ല ആർക്കൊക്കെയാണ് നൽകേണ്ടത്, ആരൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകനെന്ന് കണ്ടെത്തുന്നത്. പകരം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തദ്ദേശീയ ഗവൺമെൻറ്റുകളുണ്ടല്ലോ, ആ ഗവൺമെൻറ്റുകളാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് ലിസ്റ്റ് ഫർണിഷ് ചെയ്ത് കൊടുക്കുന്നത് ഗവൺമെൻറ്റിന്. Certain categories of higher economic status are excluded, such as institutional land holders, former and current holders of constitutional post, income tax payers. അങ്ങനെയൊക്കെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ധനസഹായം ലഭ്യമാകില്ല എന്നാണ് പറയുന്നത്.
അതായത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ട് ഒരു വലിയൊരു ഫാം ലാൻഡിൻ്റെ ഉടമയായിട്ട് നിൽക്കുന്നയാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കിട്ടത്തില്ല. മുമ്പ് അല്ലെങ്കിൽ നിലവിൽ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി വഹിക്കുന്ന ഈ പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു പദവി വഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആനുകൂല്യം നിങ്ങൾക്ക് ലഭ്യമല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരു ടാക്സ് പേയർ ആണെങ്കിൽ, ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണെങ്കിലല്ല, ടാക്സ് പേ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ മാത്രമാണല്ലോ നിങ്ങൾ ഈ ടാക്സ് പേ ചെയ്യുന്നത്, നികുതി അടയ്ക്കുന്നത്. അപ്പം നികുതി ഫയൽ ചെയ്യേണ്ടത് എല്ലാവരും ചെയ്യണം. എനിക്ക് ആ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനല്ല ഞാനെങ്കിലും എനിക്ക് നികുതി ഫയലിംഗ് ചെയ്യാം, ഇത്രയാണ് എൻ്റെ വരുമാനമെന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ടാക്സ് ഫയലിംഗ്. അപ്പോൾ അതിൽ ഈ ടാക്സ് അടയ്ക്കുന്നയാൾ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്നയാളെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടുതൽ വരുമാനമുള്ള ആളാണ് എന്നാണല്ലോ സാരം. അപ്പോൾ അയാൾക്ക് നമ്മൾ ഈ പറയുന്ന ബെനിഫിറ്റായ 6000 രൂപ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അതിന് പകരം വേറെ ബെനിഫിറ്റ് ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് അത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അടുത്തത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. അപ്പോൾ ഇതേപ്പറ്റി നമ്മൾ ചെറുതായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്ന് പരാമർശിച്ച് പോയിട്ടുള്ളൊരു വസ്തുത തന്നെയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന് പറയുന്ന ഈ ഒരു വസ്തുതയും. ശരി, മുന്നോട്ട് പോവാം. കീ കോമ്പോണൻറ്റ്സ് ആൻഡ് നോഡൽ മിനിസ്ട്രീസ്. ഈ PMKSY, അതായത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ഇൻറ്റിഗ്രേറ്റ് സെവറൽ എക്സിസ്റ്റിംഗ് സ്കീംസ് under a single platform to provide end-to-end solutions for source creation, distribution and field application. എന്താ പറയുന്നത്? This integrates several existing schemes under a single platform. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പലതരത്തിലുള്ള പദ്ധതികൾ പല സമയങ്ങളിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. ആ പല പദ്ധതികളെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചൊരു പദ്ധതിയാണ് PMKSY എന്ന് പറയുന്ന പദ്ധതി എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്സിലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം, AIBP എന്ന് പറയുന്ന ആക്സിലറേഷൻ ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഫോക്കസസ് ഓൺ ഫാസ്റ്റർ കംപ്ലീഷൻ ഓഫ് ഓൺ ഗോയിങ് മേജർ മീഡിയം ഇറിഗേഷൻ പ്രൊജക്റ്റുകളെ കംപ്ലീഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രൊജക്റ്റ് കോമ്പോണൻറ്റ്. അതുപോലെ ഹർ ഖേത് കോ പാനി, അതും മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ പദ്ധതി. ഇതിങ്ങനെ വ്യത്യസ്തമായ പദ്ധതികൾ കണ്ടോ. വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്, തണ്ണീർത്തട വികസന പദ്ധതികൾ എന്ന് പറയുന്നത്, സോയിൽ ആൻഡ് മോയ്സ്ചർ കൺസർവേഷൻ, റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, അതൊക്കെ അതിനകത്ത് പെടുന്ന കാര്യമാണ്. പിന്നെ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ്, PDMC എന്ന് പറയുന്ന പദ്ധതി, പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന് പറയുന്ന PDMC പദ്ധതി, പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ്, പ്രൊമോട്ടിങ് മൈക്രോ ഇറിഗേഷൻ, അത് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ പോലുള്ള സംവിധാനങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ജലം സപ്ലൈ ചെയ്തുകൊണ്ട് മാക്സിമം ഈൽഡ് എടുക്കാൻ പറ്റുന്ന പദ്ധതിയാണ് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന് പറയുന്ന സ്കീം. അതും മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിവിധ പദ്ധതികളെ ഒരുമിപ്പിക്കുന്നതിനായിട്ട് ഈ ഒരു പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന സഹായിക്കുന്നു എന്നുള്ളതാണ്. എൻഹാൻസ് ദി അഡോപ്ഷൻ ഓഫ് പ്രിസിഷൻ ഇറിഗേഷൻ ടെക്നോളജീസ് ടു റെഡ്യൂസ് വാട്ടർ വേസ്റ്റേജ്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചു, ഇപ്പോൾ പണ്ടത്തെ മാതിരി ഈ വാരി വലിച്ച് വെള്ളം ഒഴിച്ച് നനയ്ക്കേണ്ട കാര്യമില്ല, കൃഷിപ്പാടം നനയ്ക്കേണ്ട കാര്യമില്ല. എവിടേക്കാണോ വെള്ളം എത്തിക്കുന്നത് ആ സ്ഥലത്തേക്ക് മാത്രം വെള്ളം എത്തിച്ച് കൃഷിഭൂമിയെ കൃത്യമായ ജലസേചനം നടത്തുന്നതിനുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ. Bring together all investments in irrigation at the field level through district irrigation plan and a state irrigation plan. ജില്ലാ ജലസേചന പദ്ധതികളും സംസ്ഥാന ജലസേചന പദ്ധതികളും മുഖാന്തരം എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പ്രൊമോട്ട് റീചാർജിങ് ഓഫ് അക്യൂഫയർസ്, നമ്മുടെ ഭൂമിക്കടിയിലുള്ള സ്വാഭാവിക ജല സ്രോതസ്സുകളെയാണ് നമ്മൾ ഈ അക്യൂഫയറുകൾ എന്ന് പറയുന്നത്. അതിനെ സ്വാഭാവികമായിട്ടുള്ള റീചാർജിങ്ങിന് സഹായിക്കുക, വെള്ളത്തിനെ സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുക, ജലം സംഭരിച്ചുകൊണ്ട് തന്നെ അത് വിനിയോഗിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രൊജക്റ്റുകൾ പരിഗണിക്കുക. എന്തിന്? മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ പോലും ട്രീറ്റ് ചെയ്ത് നമ്മുടെ അർബൻ ഏരിയകളിലേക്ക് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക. വേസ്റ്റ് വാട്ടറിനെ പോലും ട്രീറ്റ് ചെയ്ത് കൃഷിക്ക് ഉപയോഗിക്കാമല്ലോ, ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കാവുന്നത്. പിന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഇംപ്ലിമെൻറ്റേഷൻ ഫോളോസ് എ ബോട്ടം അപ്പ് അപ്രോച്ച് വെയർ പ്ലാനിങ് ഈസ് ഡൺ അറ്റ് ദി ഡിസ്ട്രിക്ട് ലെവൽ. സാധാരണ പദ്ധതികൾ പൊതുവേ നമ്മൾ കാണും, അത് കേന്ദ്രം തീരുമാനിക്കും, സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കും, സംസ്ഥാനങ്ങൾ തീരുമാനിക്കും, അത് ജില്ലകളിലേക്ക് കൊടുക്കും, ജില്ലകൾ തീരുമാനിക്കും, അത് പഞ്ചായത്തുകളിലേക്ക് കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ശരിക്കും ആ പഞ്ചായത്തിന് വേണ്ടത് എന്താണ് എന്നുള്ളത് കേന്ദ്രത്തിനോ സംസ്ഥാനത്തിനോ ഒന്നും അറിയാൻ സാധിക്കുന്നുണ്ടാവില്ല.
അപ്പം ഇത് നേരെ തിരിഞ്ഞുള്ളൊരു അപ്രോച്ച്, അതായത് ഏറ്റവും താഴത്തെ ലെവലിൽ എന്താണ് ആവശ്യകത, അവർക്ക് എന്താണ് പോസിബിലിറ്റി, അവർക്ക് എന്താണ് സാധ്യമാവുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്രൊജക്റ്റാണ് അടുത്ത മുകളിലേക്കുള്ള ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യകതയും ഓരോരുത്തരുടെയും കപ്പാസിറ്റിയും അറിഞ്ഞുകൊണ്ട് നമുക്ക് പ്ലാനിങ് ചെയ്യുവാൻ സാധിക്കും ഈ ഒരു മേഖലയിൽ എന്നുള്ളത് ഒരു ഗുണകരമായ ഒരു അപ്രോച്ചായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ റീസെൻ്റായിട്ട് 2025-26 കാലഘട്ടങ്ങളിൽ വന്നിരിക്കുന്ന ചില ഈ മേഖലയിൽ വരുന്ന അപ്ഡേഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ, ഒന്ന് WDC PM-KSY 2.0, അതായത് നമ്മുടെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഉൾപ്പെടെ വരുന്ന ഒരു 2.0 രണ്ടാം ഭാഗം, extended for the period of 2021 to 2026 with an outlay of 8,134 crore and a target of covering 49.5 lakh hectares. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, നമ്പേഴ്സാണ്. എന്തായാലും ഇങ്ങനൊരു പദ്ധതി ഉണ്ട് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല. അതുപോലെ മോഡേണൈസേഷൻ ഓഫ് കാഡ്വം. എന്താണ് കാഡ്വം? അതായത് ഇൻ April 2025 the cabinet approved the modernization of command area development and water management. ഇതാണ് കാഡ്വം എന്ന് പറയുന്നത്. കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്. കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് ആസ് എ സബ് സ്കീം ഫോർ 2025-26 with an outlay of 1,600 crore. ഇതൊക്കെ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. വാട്ടർ ഷെഡ് ഏരിയ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിനെ കുറച്ചുകൂടി ഒന്ന് മോഡേണൈസ് ചെയ്യാനുള്ള തീരുമാനം വന്നു. 1,600 കോടി അതിനു വേണ്ടി വകയിരുത്തി എന്നുള്ളതാണ്. ടെക്നോളജി ഇൻ്റഗ്രേഷൻ. ദ ലേറ്റസ്റ്റ് ഫേസ് എംഫസൈസ് ദ യൂസ് ഓഫ് സ്കാഡ. സ്കാഡ എന്നൊക്കെ പറയുന്ന ഒരു ഓട്ടോമേഷൻ സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്കാഡ എന്ന് പറയുന്നത്. സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡേറ്റ അക്വിസിഷൻ. സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡേറ്റ അക്വിസിഷൻ. അപ്പോൾ ഒരു സൂപ്പർവൈസർ നിന്ന് കുറേ ആൾക്കാരോട് ജോലി ചെയ്യുന്നതിന് സൂപ്പർവൈസ് ചെയ്യില്ലേ, അവർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്നുള്ള സൂപ്പർവൈസ് ചെയ്യൂലേ. അത് മെഷീൻസ് ആണല്ലോ ഇപ്പോൾ ചെയ്യുന്ന ഫാക്ടറികളിൽ. ഇന്ന് കൃത്യമായിട്ടൊരു പ്രൊഡക്ഷൻ ലൈൻ ഉണ്ടാവും. അവിടെ കൃത്യമായിട്ട് ഓരോ പ്രോസസ്സുകളും ഓരോ ഏരിയയിൽ കൃത്യമായിട്ട് നടന്ന് ആ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത അവസാനത്തെ ഉൽപ്പന്നം ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ ഒരു കൺവെയർ ബെൽറ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ, പ്രൊഡക്ഷൻ അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പദ്ധതി എന്ന് പറയുന്നത് ഓട്ടോമേഷൻ ആണല്ലോ. അതൊക്കെ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഈ സ്കാഡ എന്ന് പറയുന്നതൊക്കെ. അതുപോലെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, GIS, റിമോട്ട് സെൻസിങ്, ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളെ ടെക്നോളജികളെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള കാർഷിക രീതികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതുപോലെ ഫണ്ടിങ് 2025 ജൂലൈയിൽ 1,920 കോടി രൂപയാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. റൈസിംഗ് ദി ടോട്ടൽ 15th ഫിനാൻസ് കമ്മീഷൻ സൈക്കിൾ അലോക്കേഷൻ ടു 6,520 crore. 15ാമത്തെ ഫിനാൻസ് കമ്മീഷനിലെ അലോക്കേഷൻ ഈ 1,920 കോടിയും കൂടി വർദ്ധിപ്പിച്ചത് കണക്ക് കൂട്ടിയാൽ 6,520 കോടിയായി ഈ പറയുന്ന കാർഷിക മേഖലയുടെ ഉത്തേജനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ആയിട്ട് കണക്ക് കൂട്ടിയത് 15ാമത്തെ ഫിനാൻസ് കമ്മീഷനിൽ ഉൾപ്പെടുത്തിയതിൽ ടോട്ടൽ എമൗണ്ട് 6,520 കോടിയായി വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഹാസ് ഓൾസോ വാസ് പാർട്ട് ഓഫ് ദിസ്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീം തന്നെയാണ്. പക്ഷേ ഇത് പൂർണ്ണമായൊരു സെൻട്രൽ സ്കീമല്ല. ജനറൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു 60% ഷെയർ സെൻട്രലിൻ്റെയും 40% ഷെയർ സ്റ്റേറ്റ്. ഇപ്പോൾ കേരളത്തിനൊക്കെ ആണെങ്കിൽ PM-KSY പദ്ധതി വഴി ഒരാൾക്ക് 1,00,000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 60% അല്ലെങ്കിൽ ഇതിൻ്റെ 60% വരുന്നത് 60,000 രൂപ വരുന്നത് കേന്ദ്രത്തിൽ നിന്നും 40,000 രൂപ വരുന്നത് സംസ്ഥാനത്തു നിന്നും ആയിരിക്കും. സോ സംസ്ഥാനങ്ങൾക്കും ഇതൊരു ബർഡൻ ആവുമെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അതെ. ഇതിൻ്റെ 40% ആര് കണ്ടെത്തണം? സംസ്ഥാനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. 2 നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലോ ഹിമാലയൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഷെയർ എന്ന് പറയുന്നത് 90:10 അതായത് 90% ആര് സെൻട്രൽ ഗവൺമെൻറ് തരും, 10% മാത്രം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കണ്ടെത്തിയാൽ മതിയാവും എന്നുള്ളതാണ്. വടക്ക് കിഴക്കൻ ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം ഈ പ്രദേശങ്ങളിലൊക്കെ പോയാൽ, സിക്കിമിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു രീതിയിലാണ് എന്നുള്ളതാണ്. പിന്നെയുള്ളത് യൂണിയൻ ടെറിട്ടറികൾ ബീങ് 100% മാനേജ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അതിൻ്റെ 100% ഫണ്ടിങ്ങും ആര് തന്നെ ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ് തന്നെ ചെയ്യണം യൂണിയൻ ടെറിട്ടറികളിൽ. ഓക്കെ, യെസ്. ഗ്രീൻ റവല്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതല്ല, ഇത് ഗ്രീൻ റവല്യൂഷൻ കൃഷോന്നതി യോജന, കൃഷിയുടെ ഉന്നതിയെ ലക്ഷ്യമാക്കി വരുന്ന ഒരു യോജന എന്നുള്ളതാണ് പറയുന്നത്. കൃഷിയോന്നതി യോജന. ഇറ്റ് ഈസ് എൻ അംബ്രല്ല സ്കീം ലോഞ്ച്ഡ് ബൈ ദി ഗവൺമെൻറ് ടു ഡെവലപ്പ് ദി അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ ഇൻ എ ഹോളിസ്റ്റിക് ആൻഡ് സയൻറ്റിഫിക് മാനർ. അതായത് ഇന്ന മേഖലയെന്നല്ലാതെ എൻ്റയർ അഗ്രികൾച്ചറൽ സെക്ടറിനൊരു വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി, അതും സയൻറ്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായ വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി ലക്ഷ്യമാക്കി കൊണ്ടുവന്നൊരു പദ്ധതിയാണ് കൃഷോന്നതി യോജന അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ കൃഷോന്നതി യോജന എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്രൈമറി ഗോൾ ഈസ് ടു ഇൻക്രീസ് ഫാമേഴ്സ് ഇൻകം ബൈ എൻഹാൻസിങ് പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി ആൻഡ് എൻഷുറിങ് ബെറ്റർ റിട്ടേൺസ് ഓൺ പ്രൊഡ്യൂസ്. അല്ലേ, പ്രാഥമിക ഒബ്ജക്റ്റീവ് മറ്റെല്ലാ പദ്ധതികളും പറയുന്ന പോലെ ഫാമേഴ്സിന്, കർഷകന് കിട്ടുന്ന വരുമാനം വർദ്ധിപ്പിക്കുക,
കർഷകൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതുവഴി കൂടുതൽ എന്താ പറയുക ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട്, റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ 2024, the Union Cabinet approved the rationalization plan consolidating various centrally sponsored schemes into 2 major umbrellas. ഒന്ന് PMRKVY focused on sustainable agriculture and Krishonati Yojana focused on food security and self-sufficiency. അപ്പം സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വരുന്നൊരു പദ്ധതിയായി PMRKVY എന്ന് പറയുന്നൊരു പദ്ധതി രൂപീകരിക്കുകയും അതുപോലെ കൃഷോന്നതി യോജന ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടും സ്വയം പര്യാപ്തതയുമായി ബന്ധപ്പെട്ടും കൃഷോന്നതി യോജന എന്ന രീതിയിൽ 2 യോജനകളാണ് യൂണിയൻ ക്യാബിനറ്റ് 2024 അപ്രൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കൃഷോന്നതി യോജനയുടെ കീഴിലുള്ള സബ്മിഷൻസ് ആണ്. ഒന്ന് MIDH മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, MIDH മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ അണ്ടറിലാണെന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റണം. കൃഷോന്നതി യോജനയുടെ കീഴിൽ വരുന്ന മിഷനാണ് എന്ന് എഴുതാനായിട്ട് സാധിക്കണം. അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്താ അതിൻ്റെ പ്രൈമറി ഫോക്കസ്? ഹോളിസ്റ്റിക് ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, റൂട്ട്സ്, ട്യൂബർ ക്രോപ്പ്, മഷ്റൂം, സ്പൈസ്, ഫ്ലവർ ആൻഡ് അറോമാറ്റിക് പ്ലാന്റ്സ്. സുഗന്ധപൂരിതമായ സസ്യങ്ങൾ, പുഷ്പങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, മഷ്റൂംസ്, കൂൺ കൃഷി, അതുപോലെ ട്യൂബർ ക്രോപ്സ്, നമ്മുടെ മണ്ണിനടിയിലായി ഉണ്ടാകുന്ന ട്യൂബർ ക്രോപ്സ്, മരിച്ചിനിയൊക്കെ പോലെ പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതിനെല്ലാത്തിൻ്റെയും ഗ്രോത്ത് ലക്ഷ്യമാക്കി വരുന്നതാണ് മിഥ എന്ന് പറയുന്ന സ്കീം, മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, മിഥ. ഓക്കെ. 2 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ ഓഫ് റൈസ്, വീറ്റ്, പൾസസ്, സിറിയൽസ്, കൊമേഴ്ഷ്യൽ ക്രോപ്സ് എക്സെട്ര. എല്ലാത്തിൻ്റെയും ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. ഇതൊക്കെ കൃഷോന്നതി യോജനയുടെ കീഴിൽ വരുന്നുണ്ട്. 3 നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ പ്രൊമോട്ടിംഗ് ക്ലൈമറ്റ് റെസിലിയൻറ്റ് പ്രാക്ടീസസ്, അതുപോലെ സോയിൽ ഹെൽത്ത് മാനേജ്മെൻറ്റ്, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റംസ്. അതായത് നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം എത്രയുണ്ടെന്ന് പരിശോധിച്ച് മനസ്സിലാക്കി കൃഷി ചെയ്യുക, ക്ലൈമറ്റിന് അനുയോജ്യമായ രീതിയിൽ കൃഷി ചെയ്യുക പോലുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഈ സസ്റ്റൈനബിളായിട്ട് സുസ്ഥിരമായിട്ടുള്ള കാർഷിക വൃത്തി അനുഷ്ഠിക്കുന്നതിൽ കാർഷികമായിട്ടുള്ള എന്താ പറയുക രൂപീകരണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പദ്ധതി NMSA, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. 4 സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ SMAE എന്ന് പറയുന്ന പദ്ധതി. സ്ട്രെങ്തനിങ് ദ റീച്ച് ഓഫ് ടെക്നോളജി ആൻഡ് ആഗ്രോണോമിക് പ്രാക്ടീസസ് ടു ഫാമേഴ്സ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്സ്. പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ചെയ്തുകൊണ്ട് ടെക്നോളജിയുടെ ഉപയോഗം അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു സബ്മിഷനാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം കൃഷോന്നതി യോജനയ്ക്ക് കീഴിൽ വന്നിരിക്കുന്ന കുറച്ച് സ്കീമുകളാണ്. പിന്നെ സബ്മിഷൻ ഓൺ സീഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ, സബ്മിഷൻ ഓൺ സീഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ, ഹൈ ക്വാളിറ്റി സീഡ് മറ്റു കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. അതുപോലെ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ, യന്ത്രവൽകൃതമാക്കുക, ഈ പറയുന്ന ഉൽപ്പാദന രീതികളെ യന്ത്രവൽകൃതമാക്കുന്നതിന് വേണ്ടി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി. സബ്മിഷൻ ഓൺ പ്ലാന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്ലാന്റ് ക്വാറന്റീൻ, അതായത് പെസ്റ്റ് കീടങ്ങളോ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം ശ്രദ്ധ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മിഷൻ. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് സ്കീം ഓൺ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, ഇൻ്റഗ്രേറ്റഡ് സ്കീം ഓൺ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. ഈ ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഇത് വിൽപ്പന നടത്താൻ പറ്റണ്ടേ, ഇത് വിതരണം നടത്താൻ പറ്റണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ ഈനാം പദ്ധതിയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂസീവായിട്ട് വരുന്ന കാര്യമാണ്. പിന്നുള്ളത് അഗ്രികൾച്ചറൽ സെൻസസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റാഷണലൈസേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ. ഇത് ഡേറ്റ കളക്ഷനാണ്. നമ്മുടെ എന്തൊരു കാര്യത്തിലും ഫ്യൂച്ചറിലേക്ക് നമ്മളൊരു പ്രൊജക്റ്റ് വിഭാവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് ഡേറ്റാസ്. നമ്മുടെ കയ്യിൽ ഡേറ്റ വേണം, നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടാവണം ഇതേ പറ്റിയിട്ട്, നാളെ നമുക്ക് എന്ത് ചെയ്താൽ ബെനിഫിറ്റ് ആകുമെന്നുള്ളത്. അപ്പോൾ അതിന് ഡേറ്റ കളക്ഷൻ, പോളിസി ഫോർമുലേഷനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ് ASRE. ഓക്കെ, അഗ്രികൾച്ചറൽ സെൻസസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റാഷണലൈസേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ. പിന്നുള്ളത് നാഷണൽ ഗവേണൻസ് പ്ലാൻ ഇൻ അഗ്രികൾച്ചർ യൂസിങ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടു പ്രൊവൈഡ് ടൈംലി ആൻഡ് ടാർഗറ്റഡ് ഇൻഫോ ടു ഫാമേഴ്സ്. കർഷകർക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ ഇൻഫർമേഷൻസ് റീച്ച് ഔട്ട് ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ SMS മുഖാന്തരവും ഓൺലൈനായിട്ടും ആപ്ലിക്കേഷൻസ് വഴിയായിട്ടും ഒക്കെ കർഷകർക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ ആവശ്യമായ ഇൻഫർമേഷൻസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിട്ട് വരുന്നതാണ് നാഷണൽ ഗവേണൻസ് പ്ലാൻ ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ?
അത്രയേ ഉള്ളൂ അതിൽ വരുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി വരുന്നൊരു ഏരിയ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തെ പറ്റിയിട്ടാണ്. ഇറ്റ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി ഫുഡ് കോർപ്പറേഷൻ ആക്ട് ഓഫ് 1964. 1964 FCI ആക്ട് പ്രകാരം നിലവിൽ വന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. It serves as the primary operational arm of the government of India for managing the nation's food security and agricultural price stabilization. അല്ലേ, നമ്മുടെ നാട്ടിൻ്റെ ഭക്ഷ്യസുരക്ഷയെയും അതുപോലെ ഭക്ഷ്യവിളകളുടെ വിലയെ ഒരു പരിധിവരെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നതിനും ഏറ്റവും വലിയ റോൾ വഹിക്കുന്നൊരു ഒരു സ്ഥാപനമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിനകത്ത് അതുണ്ട്. കർഷകരിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP ഒക്കെ ഓഫർ ചെയ്തിട്ട് ധാന്യങ്ങൾ കളക്ട് ചെയ്യുന്നതും മറ്റുമൊക്കെ ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനമാണ്. ഇത് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല. നഷ്ടമുണ്ടാകാതെ, രാജ്യത്ത് മൊത്തത്തിലൊരു നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിന് എന്തുണ്ടാവാം, നഷ്ടം ഉണ്ടാകാം. പക്ഷേ കുഴപ്പമില്ല, മൊത്തത്തിൽ മാർക്കറ്റിന് എന്തുണ്ടാകരുത്, നഷ്ടമുണ്ടാകരുത് എന്ന രീതിയിൽ, മാർക്കറ്റ് മൊത്തത്തിൽ അഫക്റ്റഡ് ആകരുത് എന്ന രീതിയിൽ, ലോങ് ടേമിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എഫക്റ്റീവ് പ്രൈസ് സപ്പോർട്ട് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സും ഫംഗ്ഷൻസും ഒക്കെ ഒന്ന് പർച്ചേസ് അല്ലെങ്കിൽ പ്രൊക്യൂസ് ഫുഡ് ഗ്രെയിൻസ് ഫ്രം ഫാമേഴ്സ് അറ്റ് MSP ടു സേഫ് ഗാർഡ് ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊവൈഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്. അല്ലേ, MSP മിനിമം സപ്പോർട്ട് പ്രൈസ് കൊണ്ട് ഫാമേഴ്സിൽ നിന്ന് ധാന്യങ്ങൾ കളക്ട് ചെയ്യാം. അതുപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് distributes food grains across the country to ensure availability and affordability, particularly for vulnerable sections under the NFSA Act, the National Food Security Act. കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം എല്ലായിടത്തും അഫോർഡബിൾ ആയിട്ടുള്ള നിലയിൽ ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്ന നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തണം. അതെവിടെ കിട്ടുക? റേഷൻ കടകളിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അല്ലേ, അപ്പോൾ ഈ റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്ന ആരാണ്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഇങ്ങനെ പല ആളിൽ നിന്നും കളക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ, കളക്ട് ചെയ്ത സാധനങ്ങൾ നേരെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് ഫണ്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ ടു മെയിൻറ്റെയിൻ ബഫർ സ്റ്റോക്ക്, അതായത് ഇത് മാൻഡേറ്ററി ആണ് ബഫർ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ അതാണ് പറഞ്ഞത്, ഇപ്പോൾ 100 കിലോഗ്രാം അരി ഞാൻ സ്റ്റോർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ 100 കിലോ എടുത്ത് വിറ്റ് അഴിക്കത്തില്ല, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് കൊടുക്കത്തില്ല. അതിനകത്ത് ഞാനൊരു 70 കിലോ വിൽക്കും, 30 കിലോ അല്ലെങ്കിൽ 80 കിലോ വിൽക്കും, 20 കിലോ ഞാൻ സൂക്ഷിക്കും. അതിനാണ് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് നാളെ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത കുറച്ച് കാലങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു സ്കാർസിറ്റി അരിയുടെ കാര്യത്തിൽ വന്നാൽ അരിയുടെ വില വല്ലാണ്ട് കൂടിപ്പോകുന്ന സാഹചര്യം വരും. അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാനുള്ളൊരു സമയം നമുക്ക് എന്തായാലും എടുക്കും. അത്രയും സമയത്തേക്ക് അരിക്ക് വല്ലാണ്ട് വില കൂടി പോകുമ്പോൾ അത് ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായി പോകും. അപ്പോൾ ആ സാഹചര്യത്തിലും വില ഒരുപാട് കൂടാണ്ടിരിക്കണമെങ്കിൽ അത്യാവശ്യം മാർക്കറ്റിൽ എന്ത് കൊടുത്തുകൊണ്ടിരിക്കണം? സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ സപ്ലൈ ഇല്ലാണ്ടാകുമ്പോഴാണ് വില കൂടുക നമ്മൾ പറഞ്ഞു. മാർക്കറ്റിലേക്ക് നമ്മൾ ഈ അരി വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ എന്തുണ്ടാവണം? സ്റ്റോക്ക് അരി ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവൻ എടുത്തങ്ങ് വിറ്റ് തീർക്കല്ല ചെയ്യുന്നത്, കുറേ ബഫർ സ്റ്റോക്ക് കരുതി വെക്കുക എന്നൊരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൈസിൽ ഒരുപാട് കൂടുതലോ കുറവോ ഉണ്ടാകുന്ന സമയത്ത് അതിലിടപെട്ട് സ്റ്റെബിലൈസേഷൻ നടത്തുക എന്ന് പറയുന്നൊരു പിന്നെ പ്രധാന പങ്ക് കൂടി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇനി നമ്മുടെ ഫിഷറീസ് സെക്ടർ ഓഫ് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ റാങ്കിങ് ഇൻ ടോട്ടൽ ഫിഷ് പ്രൊഡക്ഷനിൽ നമ്മൾ 2ാം സ്ഥാനത്തായി ഇന്ത്യ കേട്ടോ. ടോട്ടൽ ഗ്ലോബൽ റാങ്കിങ്ങിൽ ടോട്ടൽ ഫിഷ് പ്രൊഡക്ഷനിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. ആക്വാ കൾച്ചറിലും 2ാം സ്ഥാനത്ത്. ഷ്രിംപ് എക്സ്പോർട്ട്, ചെമ്മീൻ, ഷ്രിംസ് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ, ഈ ചെമ്മീൻ്റെയൊക്കെ എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ കൊഞ്ച് അതിൻ്റെയൊക്കെ എക്സ്പോർട്സിൻ്റെ കാര്യത്തിൽ നമ്മൾ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണെന്നുള്ളതാണ്. ഇത് ഷ്രിംപ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ, ചെറിയ ചെമ്മീൻ, നമ്മൾ ചെമ്മീൻ കെട്ടെന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ള അല്ലേ. ടോട്ടൽ പ്രൊഡക്ഷൻ നോക്കിയാൽ 197.75 ലക്ഷം ടണ്ണാണ് 2024-25 ടോട്ടൽ ഫിഷറീസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഏകദേശം 106% 2013-14 കാലഘട്ടത്തിൽ നിന്ന് ഏകദേശം 10 വർഷത്തിനിപ്പുറം ഉണ്ടായ ഒരു ഗ്രോത്ത്, 106% വളർച്ച, 106% വളർച്ച കൈവരിച്ച സെക്ടറാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഫിഷറീസ് സെക്ടർ എന്ന് പറയാം. എക്സ്പോർട്ട് വാല്യൂ 62,408 കോടിയാണ്, ഏകദേശം $7.5 ബില്യൺ, 62,408 കോടി രൂപയുടെ മൂല്യമുള്ളൊരു മാർക്കറ്റാണ് ഇന്ത്യയുടെ ഫിഷറീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. 7.43% അഗ്രികൾച്ചറൽ ഗ്രോസ് വാല്യൂ അഡീഷൻ, അതായത് ടോട്ടൽ അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ വാല്യൂ അഡീഷനിൽ ഏകദേശം 7.43% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫിഷറീസ് സെക്ടർ മാത്രമാണ്. ഫിഷറീസ് സെക്ടർ അലോൺ കോൺട്രിബ്യൂട്ട്സ് ടു 7.43% ഓഫ് ദി ഗ്രോസ് വാല്യൂ അഡീഷൻ. അതാണ് നമ്മൾ പറയും ഇന്ത്യയുടെ GDPയിൽ ഏകദേശം 7% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടറാണ് ബ്ലൂ എക്കണോമി എന്ന് പറയും. ഈ ഫിഷറീസ് സെക്ടർ നമുക്ക് അങ്ങനെ സൂചിപ്പിക്കാം കേട്ടോ. ബ്ലൂ എക്കണോമി എന്ന രീതിയിൽ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ചുകൂടി ഘടകങ്ങൾ അതിനകത്ത് വരും, എന്നാലും ജനറൽ നമുക്ക് വേണമെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാം, ബ്ലൂ എക്കണോമി കണക്ട് ചെയ്യാം.
ഇൻലാൻഡും മറൈനും നോക്കിയാൽ ഇൻലാൻഡ് ഫിഷറീസ് നൗ കോൺട്രിബ്യൂട്ട് 75% ഓഫ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ. സമുദ്രോൽപാദനത്തെക്കാൾ കൂടുതൽ ഇൻലാൻഡ് ഫിഷറീസാണ് കൂടുതൽ പ്രൊഡക്ഷൻ വരുന്നതെന്നുള്ളതാണ്. അബൌട്ട് 75%ഓളം ഇൻലാൻഡ് പ്രൊഡക്ഷനാണ്. ആൻഡ് ഇറ്റ് ജനറേറ്റ്സ് ഓവർ 74.6 lakh ജോബ്സ് സിൻസ് 2014. 2014 തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ 74.66 ലക്ഷം പേരാണ് ഈ ഫിഷറീസ് സെക്ടറിൽ നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ എടുത്ത് നിൽക്കുന്ന ആൾക്കാരെന്നുള്ളതാണ്. The government has implemented several initiatives to enhance the fisheries sector production and productivity over the past decade. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫിഷറീസ് സെക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുവേ നമ്മൾ മറ്റ് കാർഷിക മേഖലകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നാൽ ഫിഷറീസ് സെക്ടറിലും ഉണ്ട്, അതും അറിയണം. ഒന്ന്, പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന എന്ന് പറയുന്നൊരു പദ്ധതി 2024 അപ്രൂവ് ചെയ്ത പദ്ധതിയാണ്. And it has a budget of 6,000 crore and is scheduled to run for 4 years. 2024 തുടങ്ങി ഏകദേശം 4 വർഷത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആരംഭിച്ചൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന എന്ന് പറയുന്നത്. 2024, 25, 26, 27 കാലഘട്ടം. 24 തുടങ്ങി 27 വരെ എന്ന 4 വർഷം. പ്രധാന ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഫോർമലൈസേഷനാണ്. അതായത് ട്രാൻസിഷൻ ഫിഷറീസ് ആൻഡ് വെൻഡേഴ്സ് ഫ്രം ദി ഇൻഫോർമൽ ടു ഫോർമൽ എക്കണോമി. ഈ ഫിഷറീസ് സെക്ടർ ഒരു അസംഘടിത മേഖല എന്ന് കിടക്കുന്നതിനെ മാറ്റി കൃത്യമായിട്ടൊരു സംഘടിത മേഖലയായിട്ട് ഫിഷറീസ് സെക്ടറിനെ മാറ്റിയെടുക്കുക. ഒന്ന്. 2, ക്രെഡിറ്റ് ആക്സസ്. പണ്ട് ഞാൻ മറ്റ് അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെയാണ് ഈ ഫിഷറീസ് മേഖലയിലുള്ള ആൾക്കാർക്കും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുക. 2. 3, റിസ്ക് മിറ്റിഗേഷൻ. എങ്ങനെ? പ്രൊവൈഡിങ് എ 40% ഇൻസെൻറ്റീവ് ഓൺ ഇൻഷുറൻസ് പ്രീമിയംസ് ഫോർ അക്വാ കൾച്ചർ ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ക്രോപ്പ് ലോസ് ആൻഡ് ഡിസീസസ്. അതായത് ഞാൻ മത്സ്യകൃഷി നടത്തുമ്പോൾ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇൻഷുർ ചെയ്യുന്നതിൽ ഒരു 40% ഇൻസെൻറ്റീവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഒരു 1000 രൂപയ്ക്ക് ഞാൻ എൻ്റെ ഒരു മത്സ്യകൃഷി ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അതിൽ 400 രൂപയുടെ ഇൻസെൻറ്റീവ് ഗവൺമെൻറ് തരും എന്നുള്ളൊരു സംഗതി. അതൊരു റിസ്ക് മിറ്റിഗേഷൻ തന്നെയാണ്. അതുപോലെ വാല്യൂ ചെയിൻ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം. അതായത് ഓഫറിംഗ് പെർഫോമൻസ് ഗ്രാൻഡ്സ് ടു ഇംപ്രൂവ് പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെൻറ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. പെർഫോമൻസ് ഗ്രാൻഡുകൾ തരും. നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഫിഷറീസ് സെക്ടർ ആണെങ്കിൽ വിൽ ഗിവ് യു ഫ്രീ ക്യാഷ്. അല്ലേ? ഗ്രാൻഡ് നൽകുക എന്ന് പറഞ്ഞാൽ തിരിച്ചടവില്ലാത്ത കാശിനെയാണ് നമ്മൾ ഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഗ്രാൻഡ് തരും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വാല്യൂ ചെയിനുള്ള അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയിനുള്ള ഒരു സംവിധാനമാണ് നിങ്ങളുടെ ഫിഷറീസ് മാർക്കറ്റിങ്ങിൽ വി വിൽ ഗിവ് ഗ്രാൻഡ് എന്ന് ഗവൺമെൻറ് പറയുന്നു. അപ്പോൾ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പോസ്റ്റ് ഹാർവസ്റ്റിന് ശേഷം ഈ മത്സ്യത്തെ കരയിൽ എത്തിച്ചതിന് ശേഷം ഇതിനെ മാനേജ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് കൊണ്ടുപോയാൽ അതിനുള്ള ബെനിഫിറ്റ്. ഫിഷ് ഫാമേഴ്സ്, വർക്കേഴ്സ്, വെൻഡേഴ്സ് എല്ലാവർക്കും ഈ പറയുന്ന ബെനിഫിറ്റ്സുകൾ നേടിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നേരിട്ട് മത്സ്യം പിടിക്കാൻ പോകുന്ന ആൾക്കാർ മാത്രമല്ല, അത് കൃഷി ചെയ്യുന്ന കർഷകർക്കായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായിക്കോട്ടെ, ഇതിൽ കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്കായിക്കോട്ടെ, എല്ലാവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ് നേടിയെടുക്കുവാൻ സാധിക്കുന്നുള്ളതാണ്. മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസിൽ പർട്ടിക്കുലർലി പ്രൊപ്രൈറ്റർഷിപ്പോ പാർട്ട്ണർഷിപ്പോ കമ്പനീസിനോ ഒക്കെ ഈ പറയുന്ന ബെനിഫിറ്റ്സ് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ഫിഷ് ഫാം പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഓൾ കംസ് അണ്ടർ ദിസ് സ്കീം. ഓക്കെ. രണ്ടാമത്തത് നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ദി NFDP is a digital backbone of the PMMKSSY. നമ്മുടെ മത്സ്യ കിസാൻ സമൃദ്ധി യോജനയുടെ കാര്യം നമ്മൾ പറഞ്ഞു, തൊട്ട് മുന്നേ പറഞ്ഞത് അതിൻ്റെ ഒരു ഡിജിറ്റൽ ബാക്ക് ബോൺ ആണ് ഈ നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വൺ സ്റ്റോപ്പ് പോർട്ടൽ ഡിസൈൻഡ് ടു ക്രിയേറ്റ് എ കോംപ്രഹെൻസീവ് ഡേറ്റാ ബേസ് ഫോർ ദി എൻറ്റയർ ഇന്ത്യൻ ഫിഷറീസ് സെക്ടർ. അതായത് ഒരു ഇന്ത്യയിലുള്ള മൊത്തം ഈ പറയുന്ന മത്സ്യ മേഖലയിൽ അല്ലെങ്കിൽ മത്സ്യകൃഷി മേഖലയിലെ ഒരു ഡിജിറ്റൽ ഡേറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. Even every registered stakeholder receive a unique digital ID which is mandatory to access government benefits. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഗവൺമെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, ക്രെഡിറ്റ് സപ്പോർട്ട്, ഇൻസെൻറ്റീവ്, ഗ്രാൻഡ്, ഈ പറയുന്ന എന്ത് കിട്ടണമെങ്കിലും നിങ്ങൾക്കൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. അത് ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാവുക. And this act as a primary portal for applying for the institutional credit, aquaculture insurance, performance-based grants, all those things. അല്ലേ? കാരണം ഇതിൽ രജിസ്റ്റർ ചെയ്താലാണ് നിങ്ങൾക്ക് ID കിട്ടുക. ID കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അത്തരം
ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ഗവൺമെൻറ് എന്തൊരു പ്രോസസ്സിന് പോയാലും ആധാർ നിർബന്ധമാണെന്ന് പറയുന്നത് പോലെ ഒരു മത്സ്യ കർഷകനോ മത്സ്യ തൊഴിലാളിയോ മത്സ്യത്തിൻ്റെ മത്സ്യവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ വിതരണക്കാരനോ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഗവൺമെൻറ് എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, അത് ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ ഒരു പോർട്ടൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഡേറ്റാബേസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് ഇറ്റ് ഹാസ് എ ട്രാൻസ്പെറൻസി വിച്ച് യൂസസ് DBT. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം തന്നെയാണ് ഇവിടെയും. കൃത്യമായിട്ട് ബെനിഫിറ്റ്സ് നേരിട്ട് അക്കൗണ്ടുകളിലേക്ക്, ആരാണോ ഈ ബെനിഫിറ്റിന് അപ്ലൈ ചെയ്യുന്നത് അയാളുടെ നേരിട്ടുള്ള അക്കൗണ്ടിലേക്കാണ്, അല്ലെങ്കിൽ അയാൾ പറയുന്ന അക്കൗണ്ടിലേക്കാണ് ഈ പറയുന്ന എമൗണ്ട് വരിക. അത് കുറേ കൂടി ട്രാൻസ്പെറൻ്റ് ആണ്. എമൗണ്ടിന് കൃത്യമായിട്ട് ടാക്സേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെയും നടക്കുന്നു എന്നുള്ളതാണ്. സപ്പോർട്ട് ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് മൊഡ്യൂൾസ് ഫോർ ട്രെയിനിങ്, കപ്പാസിറ്റി ബിൽഡിംഗ്, മാർക്കറ്റിംഗ് എക്സെട്ര. അല്ലേ, ഈ ഉള്ള സാധ്യതകളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുക, കപ്പാസിറ്റി ബിൽഡിംഗ് പദ്ധതികൾ, ഉള്ള സംവിധാനങ്ങൾ വലുതാക്കുക, മാർക്കറ്റിംഗ്, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, ഇപ്പോഴുള്ള സപ്പോർട്ട് മെക്കാനിസംസ് കൊടുക്കുന്നുണ്ട്. 2026 വരെയുള്ളൊരു കണക്ക് നോക്കിയപ്പോൾ ഏകദേശം 20 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു പദ്ധതി മുഖാന്തരമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വ്യക്തികൾ എന്നുള്ളതാണ് ഇന്ത്യയിൽ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം റെക്കഗ്നീഷൻ കിട്ടുന്ന രീതിയിലുള്ള രജിസ്ട്രേഷൻ സംഭവിക്കുന്നുണ്ട് ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ. മൂന്നാമത്തേത് പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന. പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന is a flagship scheme launched in September 2020 to usher in the blue revolution through sustainable and responsible development of the fishery sector. മിക്കവാറും പറയുന്ന സ്കീമുകളുടെ എല്ലാം പൊതു സ്വഭാവം ഒന്ന് തന്നെയാണ്, ഒരു ബ്ലൂ റവല്യൂഷൻ. ഈ പറയുന്ന അഗ്രികൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫിഷറി സെക്ടറിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ ബ്ലൂ റവല്യൂഷൻ എന്ന രീതിയിൽ മാർക്ക് ചെയ്ത് പറയാൻ പറ്റുക. ആ ബ്ലൂ റവല്യൂഷൻ മേഖലയിൽ ഒരു മൊത്തത്തിലുള്ള ഒരു സസ്റ്റൈനബിളും റെസ്പോൺസിബിളുമായിട്ടുള്ള ഉത്തരവാദിത്തപരമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. It represents the highest ever investment in this sector with a total outlay of 20,050 crore. ഫിഷറി സെക്ടർ എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഏറ്റവും ഉയർന്ന ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു മത്സ്യ സമ്പാദ യോജന എന്ന് പറഞ്ഞാൽ. ഏകദേശം 20,050 കോടിയാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണം കേട്ടോ. എന്തൊക്കെയാണ് അതിൻ്റെ കോർ ഒബ്ജക്റ്റീവ്സ്? എല്ലാം മിക്കവാറും ഒരുപോലെ തന്നെ ഇരിക്കും. കേട്ട് ഏകദേശം മടുപ്പ് വരുന്നത് പോലെ ആയിപ്പോകും കാര്യങ്ങളും. മിക്കവാറും ഒരുപോലെ തന്നെയാണ്. അത് എൻഹാൻസ് ഫിഷ് പ്രൊഡക്ഷൻ ടു 22 മില്യൺ മെട്രിക് ടൺസ് ബൈ 2024-25. അതായത് 2024-20 തുടങ്ങിയാന്ന് പറയും. ഇപ്പോൾ 2024-25 ആവുമ്പോഴേക്കും 22 മില്യൺ മെട്രിക് ടണ്ണിൻ്റെ പ്രൊഡക്ഷൻ നടത്തണം എന്നായിരുന്നു ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. അതുപോലെ എയിം ടു ഡബിൾ ദി ഇൻകം ഓഫ് ഫിഷേഴ്സ് ആൻഡ് ഫിഷ് ഫാമേഴ്സ് ടു ആൻഡ് ജനറേറ്റ് 55 lakh ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ്. 55 ലക്ഷം നേരിട്ടും അല്ലാതെയുമുള്ള ഈ കാർഷിക മേഖല, ഈ മത്സ്യമേഖലയിലുള്ള മത്സ്യകൃഷി മേഖലയിൽ നിന്ന് 55 ലക്ഷം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യണം. നേരിട്ടോ നേരിട്ടല്ലാത്തതോ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ ഇൻകം, നമ്മുടെ ഫാമേഴ്സിൻ്റെ ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഫിഷർമെൻസിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിൻ്റെ ഡബിൾ ആക്കാൻ സാധിച്ചിട്ടുണ്ടാകണം എന്ന് പ്ലാൻ ചെയ്യുവാണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. റൈറ്റ്, 2020 അത് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2024-25 എന്ന രീതിയിൽ ടാർഗറ്റ് വന്നേക്കുന്നത് കേട്ടോ. ടാർഗറ്റഡ് ഇയർ 24-25 അതുകൊണ്ടാണ് 2020 വന്ന പദ്ധതിയാണ്. അതുപോലെ മോഡേണൈസേഷൻ, മിനിമൈസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് ഫ്രം 20-25% to 10% ആൻഡ് മോഡേണൈസ് ദി വാല്യൂ ചെയിൻ. അതായത് പറയുന്ന മൂല്യവർദ്ധനം, മീൻ പിടിച്ചുകൊണ്ട് വരുന്നതിന് പിന്നെ പ്രോസസ്സ് ചെയ്ത് പല കാര്യങ്ങളുമാക്കി മാറ്റുന്നതിലൊക്കെ കുറേ കൂടി മോഡേണൈസേഷൻ കൊണ്ടുവരിക. പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് പരമാവധി മിനിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എക്സ്പോർട്സ്, സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ദി എക്സ്പോർട്ട് ഏർണിങ്സ് ടു 1 lakh crore ബൈ 2042. 1 ലക്ഷം കോടിയിലേക്ക് എക്സ്പോർട്ട് റവന്യൂ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കണക്കൂട്ട്. കാരണം നമ്മുടെ മത്സ്യമേഖല അല്ലെങ്കിൽ മത്സ്യ കൃഷി മേഖലയിൽ ഒരു ബഹുഭൂരിഭാഗം വരുന്ന പിന്നെ പ്രോഡക്റ്റുകളും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കയറ്റുമതിക്ക് ഫോക്കസ് കൊടുത്ത് ഏകദേശം 1 ലക്ഷം കോടിയുടെയെങ്കിലും കയറ്റുമതി മൂല്യം 2024-25 നേടിയെടുക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ഉറപ്പാക്കണം. ഫിഷ് ഈസ് വെരി വെരി റിച്ച് ഇൻ ന്യൂട്രീഷൻ. പ്രോട്ടീൻ ആയിക്കോട്ടെ, ഒമേഗ 3 ആയിക്കോട്ടെ, മനുഷ്യൻ്റെ ബുദ്ധിവൈഭവത്തിനും വളർച്ചയ്ക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും അടിപൊളി ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള സാധനമാണ് ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഷ് വറുത്തതല്ല, ഫിഷിനെ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പച്ചയ്ക്ക് കഴിക്കാൻ നമുക്ക് പറ്റില്ല എന്നല്ല, അത് പച്ചയ്ക്ക് കഴിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ചില ഫിഷിൻ്റെയൊക്കെ കാര്യത്തിൽ. നിങ്ങൾ ചൈനയിലോട്ടൊക്കെ പോയാൽ സുഷി എന്നൊക്കെ പറഞ്ഞ് പച്ച മീൻ എടുത്ത് തരും, കുറച്ച് സാലഡൊക്കെ ആയിട്ട് പച്ച മീൻ കഴിക്കുന്നുണ്ട് അവിടെ ആൾക്കാർ. പെപ്പറും സോൾട്ടും മാത്രമൊക്കെ ഇട്ടിട്ടുള്ള സംഗതികളുണ്ട്. ബട്ട് എനി ഹൗ,
കുക്ക് ചെയ്ത് കഴിക്കുന്ന നല്ല ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളത്. അതുകൊണ്ട് ഓഗ്മെന്റ് ഡൊമസ്റ്റിക് ഫിഷ് കൺസപ്ഷൻ ഫ്രം 5 kg to 12 kg പെർ ക്യാപിറ്റ, അതായത് ഡൊമസ്റ്റിക് പെർ ക്യാപിറ്റ ഫിഷ് കൺസപ്ഷൻ 5 കിലോഗ്രാമിൽ നിന്ന് 12 കിലോഗ്രാമിലേക്ക് മോഡിഫൈ ചെയ്യുക. ഓഗ്മെന്റ് ചെയ്യുക മീൻസ് മോഡിഫൈ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ഈ ഒരു പദ്ധതി പ്രകാരമുള്ള കീ സ്ട്രാറ്റജിക് പില്ലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് ഇൻലാൻഡ് അക്വാ കൾച്ചർ സ്പെസിഫിക്കലി ഇൻ സലൈൻ ആൽക്കലൈൻ ഏരിയാസ് ഓഫ് നോർത്ത് ഇന്ത്യ. വടക്കേ ഇന്ത്യയിലുള്ള സലൈൻ ലേക്കുകൾ അല്ലെങ്കിൽ സലൈൻ അക്വാ റീജിയനുകളിൽ പ്രത്യേകിച്ച് ഇൻലാൻഡ് അക്വാ കൾച്ചർ, ഉൾനാടൻ ഈ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക. പ്രൊമോട്ട് ഓഫ് മാരികൾച്ചർ, അതായത് ഓപ്പൺ സീ കേജ് കൾച്ചർ, കടലിൽ പോയിട്ട് കേജ് ഇട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന പരിപാടി, സീ വീഡ് കൾട്ടിവേഷൻ, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ ജനറ്റിക് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഫിഷ് സ്പീഷീസസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂക്ലിയസ് ബ്രീഡിംഗ് സെൻറ്റേഴ്സ്. ബ്രീഡിംഗ് സെൻറ്ററുകൾ, ന്യൂക്ലിയസ് ബ്രീഡിംഗ് സെൻറ്റർ ചെറു പല സ്ഥലങ്ങളിലായിട്ടുള്ള ന്യൂക്ലിയസ് ബ്രീഡിംഗ് സെൻറ്ററുകൾ ക്രിയേറ്റ് ചെയ്യുക. മാത്രമല്ല ഫിഷ് സ്പീഷീസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, ജനറ്റിക് ഇംപ്രൂവൈസേഷൻ വഴി ഫിഷ് സ്പീഷീസുകളുടെ ക്വാളിറ്റി ഇമ്പ്രൂവൈസ് ചെയ്യാൻ ഒക്കെ ശ്രമിക്കുക എന്നുള്ളതും ഇതിൻ്റെ പദ്ധതിയിലെ ഭാഗമായിട്ട് പറയുന്നതാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് സ്മാർട്ട് ഫിഷിംഗ് ഹാർബേഴ്സ്, ഇൻറ്റഗ്രേറ്റ് അക്വാ പാർക്സ് ആൻഡ് കോൾഡ് ചെയിൻ ഫെസിലിറ്റീസ്, പ്രൊവിഷൻ ഓഫ് 2-wheeler ആൻഡ് 3-wheelers വിത്ത് ഐസ് ബോക്സസ് ഫോർ വെൻഡേഴ്സ്. ഇതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന ഔട്ട്പുട്ടുകളിൽ പറയാം. കേട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ബോറടി തുടങ്ങിയിട്ടുണ്ടാവണം ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ മിക്കവാറും പറയുന്നതൊക്കെ ഏകദേശം ഒരേ ലക്ഷ്യം തന്നെ വരുന്നതാണല്ലോ. അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിരുന്നാൽ മതിയാവും. ഇപ്പോൾ 2-wheeler 3-wheelers ഒക്കെ ഐസ് ബോക്സ് ഉൾപ്പെടെ വെൻഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് ഈ ഒരു പദ്ധതി പ്രകാരം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നുള്ളൂ കേട്ടോ. അതുപോലെ ഫിഷറീസിൻ്റെ മാനേജ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വെസൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം, അതായത് നമ്മുടെ വെസൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടില്ലേ, ആ ബോട്ടിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് കൊടുത്തിട്ടുണ്ടാവണം. പലപ്പോഴും ഈ ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരെ കാണാതാവുന്നതൊക്കെ സ്ഥിരം പതിവായിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെ നമ്മൾ അധികം കേൾക്കാറില്ല. ബോട്ട് കാണാണ്ടായി, മീൻ പിടിക്കാൻ പോയ ആൾക്കാരെ കാണാണ്ടായി എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഇങ്ങനെ കേൾക്കാറില്ല. കാരണം പണ്ടത്തെ ബോട്ടുകൾ പ്രാചീനമാണ്. അപ്പോൾ ആധുനിക സംവിധാനങ്ങൾ വന്നപ്പോൾ GPS-ഉം സാറ്റലൈറ്റ് ഫോണുകളും ഉൾപ്പെടെ കൃത്യമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും എന്തെങ്കിലും അപകട സൂചനയുണ്ടെന്നുണ്ടെങ്കിൽ അത് പരസ്പരം കൈമാറുന്നതിനും കോസ്റ്റ് ഗാർഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും GPS കൃത്യമായിട്ട് ലൊക്കേഷൻ തങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നും ഏത് ഭാഗത്തേക്കാണ് ഇന്ത്യ എന്ന് തിരിച്ചറിയുന്നതിനൊക്കെ സഹായിക്കുന്ന സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ ബയോസെക്യൂരിറ്റി ആൻഡ് അക്വാ ഹെൽത്ത് മാനേജ്മെൻറ്റ് ത്രൂ ലബോറട്ടറി നെറ്റ്വർക്ക്സ്, അതിനുള്ള അക്വാ ഹെൽത്ത് മാനേജ്മെൻറ്റ് ലബോറട്ടറി മറ്റു കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് അത് ഉറപ്പാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഈ സൊസൈറ്റി പരമായിട്ട് ഇതിൽ നിന്ന് ചില ബെനിഫിറ്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ SC ഫിഷിംഗ് കമ്മ്യൂണിറ്റീസിൽ ഗ്രൂപ്പ് ആക്സിഡൻറ്റ് ഇൻഷുറൻസും മറ്റ് പരിപാടികളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ, അതുമായി ബന്ധപ്പെട്ടുള്ള അപകടം പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്. ബാൻ പീരീഡ് സപ്പോർട്ട് ഉണ്ട്, അതായത് ഫിനാൻഷ്യൽ എയ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് വെൻ ഫിഷിംഗ് ഈസ് റെസ്ട്രിക്റ്റഡ് ഫോർ കൺസർവേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലോണുകൾ എടുത്ത് ക്യാപിറ്റൽ എടുത്തിട്ടുണ്ട്, നമ്മൾ ക്യാപിറ്റൽ സപ്പോർട്ടൊക്കെ ഈ സ്കീം വഴി പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ പോകുന്ന ബേസിക്കലി ചിലപ്പോൾ ബാങ്കുകൾ വഴിയായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ക്രെഡിറ്റ് എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ട്രോളിംഗ് നിരോധനമൊക്കെ ഉള്ള സാഹചര്യങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. മീൻ പിടിക്കാൻ പാടില്ലാത്ത ചില സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മീൻ കുഞ്ഞുങ്ങൾ ഒരുപാട് ഉണ്ടാവുന്ന സമയം, ബ്രീഡിങ് നടക്കുന്ന സമയം, ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമ്മൾ മീൻ പിടുത്തം നിയമപരമായിട്ട് നിർത്തിവെക്കും. എന്നാലും ചെറു വള്ളങ്ങളൊക്കെ പോയി മീൻ പിടിച്ചുകൊണ്ട് വരും എന്നുള്ള ലാർജ് സ്കെയിൽ മത്സ്യബന്ധനം നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ആൾക്കാർക്ക് വരുമാനമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ക്രെഡിറ്റ് തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ചില ബാൻ പീരീഡ് ഗവൺമെൻറ് ഓഫർ ചെയ്യും. അതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ എക്സ്റ്റൻഷൻ ഫെസിലിറ്റീസ് ഫിഷറീസ് വകുപ്പിലേക്കുള്ള, അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പല്ലോ, ഫിഷറീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അവർക്ക് 2018 മുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ സൗകര്യങ്ങൾ ഇവർക്കും ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു മക്കളെ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കേരളത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവായിട്ട് വരുന്ന ഒരു സംഭവമാണ് ആഗ്രോ ഇക്കോളജിക്കൽ സോൺ എന്ന് പറയുന്നത്. ഈ ആഗ്രോ ഇക്കോളജിക്കൽ സോൺ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കൃത്യമായിട്ട് ലാൻഡിൻ്റെയും ക്ലൈമറ്റിൻ്റെയും സോയിൽ കണ്ടീഷൻ്റെയും ഒക്കെ സാഹചര്യം പരിശോധിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ മേഖലയിൽ ഏത് കൃഷിയാണ് ഏറ്റവും അനുയോജ്യം എന്ന രീതിയിൽ, ഏത് കൃഷി മീൻസ് ഏതൊക്കെ കൃഷികളാണ് ഏറ്റവും അനുയോജ്യം എന്നൊക്കെ കണ്ടുപിടിച്ച് മാപ്പ് ചെയ്യുന്നൊരു പദ്ധതിയാണ് ആഗ്രോ ഇക്കോളജിക്കൽ സോൺ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. കേരള ഗവൺമെൻറ് ഓൾറെഡി ഇതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ആരംഭിക്കുകയും 5 അഗ്രോ ഇക്കോളജിക്കൽ സോണുകളും 23 അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകളും ഓൾറെഡി കേരളത്തിൽ നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയെ 5 അഗ്രോ ഇക്കോളജിക്കൽ സോണുകളായിട്ട്, കൃഷി ചെയ്യാൻ സാധ്യതയുള്ള ഏരിയകൾ എന്ന രീതിയിൽ 5 അഗ്രോ ഇക്കോളജിക്കൽ സോണുകളായിട്ടും 23 അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകളായിട്ടും ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞു, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ആരൊക്കെയാണ് 5 അഗ്രോ ഇക്കോളജിക്കൽ സോണുകൾ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നൊരു സോൺ, 2 മിഡ് ലാൻഡ് പ്ലെയിൻ, 3 ഫുഡ് ഹില്ല്, 4 ഹൈ ഹില്ല്, 5 പാലക്കാട് മെയിൻ. അപ്പോൾ കേരളത്തിൽ നിലവിലുള്ള
ആഗ്രോ എക്കോളജിക്കൽ സോൺസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ 5 എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. കോസ്റ്റൽ പ്ലെയിൻ, മിഡ്ലാൻഡ് പ്ലെയിൻ, ഫുഡ് ഹിൽ പ്ലെയിൻ, ഹൈ ഹിൽ ആൻഡ് പാലക്കാട് മെയിൻ എന്ന രീതിയിലുള്ള 5 മേഖലകളെ പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലുള്ള ടോട്ടൽ കേരളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സെക്ഷൻ, ഇതൊരു സെക്ഷൻ, ഇതൊരു സെക്ഷൻ, ഇതൊരു സെക്ഷൻ, ഇങ്ങനെ ആലോചിച്ചെന്ന് വെച്ചാൽ 1 2 3 4 5. അപ്പോൾ ഇതിപ്പോൾ അഗ്രോഇക്കോളജിക്കൽ സോൺ 3 അല്ലേ. അപ്പോൾ അഗ്രോളജിക്കൽ 3 ആണെന്നുണ്ടെങ്കിൽ 3 എന്ന് പറയുന്ന സ്ഥലത്തുള്ള സോയിൽ, അവിടെയുള്ള ക്ലൈമറ്റ്, അവിടെ അവൈലബിൾ ആയിരിക്കുന്ന എന്താ പറയുക ലാൻഡിൻ്റെ ടൈപ്പ്, അവിടെ അവൈലബിൾ ആയിരിക്കുന്ന എന്താ പറയുക ന്യൂട്രിയൻസിൻ്റെ ഘടകങ്ങൾ എല്ലാം പരിശോധിച്ചിട്ട് ഈ മേഖലയിൽ എന്തൊക്കെ ടൈപ്പിലുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും, അഗ്രികൾച്ചറൽ പോസിബിലിറ്റി ഏതൊക്കെയാണ് ബെസ്റ്റ് ഔട്ട്പുട്ട് തരുന്നത് എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്യും. ഇന്ന സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതറിയാതെയാണ് ആൾക്കാർ അവിടെ തൊട്ട് ഇവിടം വരെ പലയിടങ്ങളിലും, കാരണം ഈ 1ാമത്തെ സോണിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളെല്ലാം 5ാമത്തെ സോണിലും കൃഷി നടക്കും. ചിലപ്പോൾ അതെല്ലാം ഇവിടെ അത്ര കണ്ട് പ്രോഡക്റ്റീവ് ആവണമെന്നില്ല. അപ്പോൾ മാക്സിമം കേരളത്തിലെ പ്രൊഡക്ഷൻസ് പ്രോഡക്റ്റീവ് ആക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അഗ്രോ എക്കോളജിക്കൽ സോൺസ് കൊണ്ടുവന്നിരിക്കുന്നതാണ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആണ് ഇതിൻ്റെ ടാസ്ക്. ഞാൻ ഈ പറഞ്ഞ മാതിരി സോണേഷൻസിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നതിന് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന ഏജൻസി. ഇതിൻ്റെ സാങ്കേതിക സപ്പോർട്ടുകളും മറ്റുമൊക്കെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുകയും ധനസഹായം വേൾഡ് ബാങ്കിൻ്റെ ഭാഗമായിട്ട് ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അഗ്രോ എക്കോളജിക്കൽ സോൺസിൻ്റെ ധനസഹായം വരുന്നതിന് വേൾഡ് ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നതിനായി യുണൈറ്റഡ് നേഷൻസ് UN-ൻ്റെ സഹായവും ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ബെനിഫിറ്റ്സ് എന്താണെന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ മേഖലയിൽ ഏതൊക്കെ മേഖലയിൽ ഇത്തരത്തിലുള്ള അനുയോജ്യമായ കൃഷി ആണ് ഉള്ളതെന്ന് മനസ്സിലാകും. പരമാവധി എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഫെർട്ടിലൈസിങ് ചെയ്യാം, പരമാവധി എഫിഷ്യൻ്റായിട്ട് നമുക്കിവിടെ ക്രോപ്പ് മാനേജ്മെൻറ്റ് നടത്താം, മിനിമം എക്സ്പെൻസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് വാട്ടറിനെ കണക്ക് കൂട്ടിക്കൊണ്ട് നമുക്കിവിടെ കൃഷി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അത് ബേസിക്കലി ഫാർമറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചർ ഒരു പരിധിവരെ കുറച്ച് തരികയും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, ഇതാണ് അഗ്രോ എക്കോളജിക്കൽ സോൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. ഇതുപോലെ കേരള ഗവൺമെൻറ് ആദ്യമായിട്ട് ആരംഭിച്ച പദ്ധതി, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഗവൺമെൻറ് തുടങ്ങി വെക്കുന്നത് കേരളത്തിലാണിത്. അതായത് കാർബൺ ന്യൂട്രൽ ഫാമിംഗ് ഇനിഷ്യേറ്റീവ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാർബൺ ന്യൂട്രൽ ഫാമിംഗ്. കേരള ഈസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഡു ഇൻ ഇന്ത്യ കാർബൺ ന്യൂട്രൽ ഫാമിംഗ് മെത്തേഡ്സ്. അതായത് കാർബൺ ന്യൂട്രൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കൃഷി ചെയ്യുന്നു, ആ കൃഷി ചെയ്യുന്നത് കാരണം എത്രയോ കിലോഗ്രാം കാർബൺ ഉണ്ടായെന്ന് കരുതി, ലെറ്റ്സ് സേ 10 കിലോഗ്രാം കാർബൺ ഉണ്ടായെങ്കിൽ ഈ 10 കിലോഗ്രാം കാർബണെ അബ്സോർബ് ചെയ്യാനുള്ള സംവിധാനവും ഞാനിവിടെ തന്നെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നെറ്റ് റിസൾട്ട് നോക്കുമ്പോൾ ഞാനിവിടെ ചെയ്ത ഈ ഒരു കാർഷിക രീതി കാരണം 1 കിലോഗ്രാം പോലും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കാർബണും അന്തരീക്ഷത്തിലേക്ക് ബഹിർഗമനം ചെയ്ത് വന്ന് കാണത്തില്ല എന്നുള്ളത് നെറ്റ് റിസൾട്ടിൻ്റെ വാല്യൂ വന്നുണ്ടാവും, പക്ഷേ അത് അബ്സോർബും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നെറ്റ് വാല്യൂ 0 ആവുന്നതാണ് കാർബൺ ന്യൂട്രൽ ഫാമിംഗ്. അധികം കാർബണിൻ്റേതായ ഔട്ട്പുട്ടുകൾ കാണിക്കാത്ത തരത്തിലുള്ള കൃഷി രീതി എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്, കാർബൺ ന്യൂട്രൽ ഫാമിംഗ്. അപ്പോൾ അത് ചെയ്ത ആദ്യ സംസ്ഥാനം ആരാണെന്ന് മനസ്സിലാക്കുന്നു. ആദ്യ സംസ്ഥാനം കേരളമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. 2022-23 ബജറ്റിൽ ഇതിനു വേണ്ടി ഓൾറെഡി 6 കോടി രൂപ ഈ ഒരു കാർബൺ ന്യൂട്രൽ ഫാമിംഗ് പ്രാക്ടീസുകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫേസ്ഡ് ഇംപ്ലിമെൻറ്റേഷനാണ്. അത് എല്ലാം കൂടെ ഒറ്റയടിക്കുക നടത്തി എല്ലായിടവും കാർബൺ ന്യൂട്രൽ ആക്കി കളയുക എന്നുള്ളതല്ല ഉദ്ദേശം. പതുക്കെ ഈ പടിവെച്ച് പോകുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. 1ാമത്തെ ഫേസിൽ 13 ഫാമുകളാണ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ട്രൈബൽ ഏരിയാസിലും മറ്റുമൊക്കെ കണക്കൂട്ടിയത്, ഇൻക്ലൂഡിങ് ദ സ്റ്റേറ്റ് സീഡ് ഫാം അറ്റ് ആലുവയിലെ സ്റ്റേറ്റ് സീഡ് ഫാം ഉൾപ്പെടെ 13 ഫാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഫേസിൻ്റെ പദ്ധതി. 2ാമത്തെ ഫേസിൽ മോഡൽ കാർബൺ ന്യൂട്രൽ ഫാമുകൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ 140 അസംബ്ലികളിലും കോൺസ്റ്റിറ്റ്യുവൻസികളിലും നിയോജക മണ്ഡലങ്ങളിലെങ്കിലും ഒരു മോഡൽ കാർബൺ ന്യൂട്രൽ ഫാം വീതമെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളത് 2ാമത്തെ ഫേസ്. അപ്പോൾ ആദ്യം ഗവൺമെൻറ് ഇതൊന്നും ചെയ്ത് കാണിച്ചു കൊടുക്കുക, കാർബൺ ന്യൂട്രൽ ഫാമിംഗ് പറ്റും. എവിടെയാണ് ചെയ്ത് നോക്കുന്നത്? 13 ഫാമുകൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏത് ഫാമാണ്? നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ തന്നെയുള്ള സംസ്ഥാനത്തിൻ്റെ കാർഷിക വകുപ്പിന് കീഴിൽ തന്നെയുള്ള 13 ഫാമുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ചില ട്രൈബൽ ഏരിയകളിൽ ഗവൺമെൻറ് കൃഷി ചെയ്യുന്നു. അതുപോലെ ആലുവയിലുള്ള സ്റ്റേറ്റ് സീഡ് ഫാമിലുമായിട്ട് കാർബൺ ന്യൂട്രൽ ഫാമിംഗ് പ്രാക്ടീസസ് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് ആദ്യം ഇത് ചെയ്യും, ഇതിൻ്റെ വികസനം കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഗവൺമെൻറ് ആഗ്രഹം 2ാമത്തെ ഫേസായിട്ട് ഇതൊന്ന് മുന്നോട്ട് പോകുന്നത് നന്നായിട്ട് പോകുന്നത് കാണുമ്പോൾ 2ാമത്തെ ഫേസായിട്ട് 140 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഈ 140 നിയോജക മണ്ഡലങ്ങളിലും ഓരോ മണ്ഡലങ്ങളിലും ഓരോ മോഡൽ കാർബൺ ന്യൂട്രൽ ഫാമുകളെങ്കിലും ക്രിയേറ്റ് ചെയ്യണം എന്നതാണ് അർത്ഥം. അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു മോഡൽ കാർബൺ ന്യൂട്രൽ ഫാമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. കാരണം ഓരോ നിയോജക മണ്ഡലത്തിലെയും ആൾക്കാർക്ക് ഈ മോഡൽ ഫാം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വന്ന് വിസിറ്റ് ചെയ്യുവാനും
സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് തങ്ങളുടെ ഫാമുകളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെയുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതി രണ്ടാമത്തെ ഫേസിലായിട്ട് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്, കഴിഞ്ഞു. അതാണ് നമ്മുടെ കാർബൺ ന്യൂട്രൽ ഫാമിംഗ്. പിന്നെയുള്ളത് ആശ്രയ എന്ന് പറയുന്നൊരു സ്കീമിനെ പറ്റി, അല്ലെങ്കിൽ സ്കീമല്ല, ഒരു സർവീസ് സെൻ്ററാണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങളൊരു ഓൺലൈൻ സേവനം കൊടുക്കുന്നൊരു കേന്ദ്രം, നമ്മൾ അക്ഷയ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓൺലൈൻ സേവനം കേന്ദ്രമാണ് ആശ്രയ എന്ന് പറയുന്നത്. പക്ഷേ ആശ്രയയ്ക്കൊരു വ്യത്യാസമുണ്ട്. അക്ഷയ പോലെയല്ല ആശ്രയ പർട്ടിക്കുലർലി കേരള സർക്കാരിൻ്റേതായ ഗവൺമെൻറ്റിൻ്റെ ചില ഇനീഷ്യേറ്റീവ്, സബ്സിഡികൾ, ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളിലും അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നൊരു ഓൺലൈൻ പോർട്ടൽ, ഒരു ഓൺലൈൻ സർവീസാണ് ആശ്രയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആശ്രയ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞതേ ഉള്ളൂ. എ സീരീസ് ഓഫ് ഫാർമർ സർവീസ് സെൻറ്റേഴ്സ്, ഒരു ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള സർവീസ് സെൻറ്ററുകളാണ് ആശ്രയ എന്ന പേരിൽ അറിയപ്പെടുക. ടു പ്രൊവൈഡ് എസെൻഷ്യൽ ഡിജിറ്റൽ സർവീസസ് ടു ഫാമേഴ്സ് അക്രോസ് കേരള, അല്ലേ, കേരളത്തിലുള്ള ഫാമേഴ്സിന് ഡിജിറ്റൽ സർവീസസ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചിരിക്കുന്ന പദ്ധതിയാണ്. കാരണം മിക്കവാറും എല്ലാ സംഗതികളും ഇപ്പോൾ ഓൺലൈൻ മുഖാന്തരമാണ് ചെയ്യുക. എന്തിന് അപ്ലൈ ചെയ്യണമെങ്കിലും എന്ത് ബെനിഫിറ്റ് നേടണമെന്നുണ്ടെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് സൂചിപ്പിക്കാറ്. സോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് ബെനിഫിറ്റ്സ് നേടിയെടുക്കുന്നതിന് ഫാമേഴ്സിനെ എനേബിൾ ചെയ്യുന്ന പദ്ധതിയാണ് ആശ്രയ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ തന്നെയാണ് കേട്ടോ, കാർഷിക വകുപ്പ് തന്നെയാണ്, സംസ്ഥാന കൃഷി വകുപ്പ് തന്നെയാണ് ഈ ഒരു ആശ്രയ എന്ന പദ്ധതിയുടെ വക്താക്കൾ എന്നതും മനസ്സിലാക്കിയിരിക്കാം. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഓൾ പെൻഡിങ് അഗ്രികൾച്ചർ റിലേറ്റഡ് സ്കീംസ് ആൻഡ് ഗവൺമെൻറ് സപ്പോർട്ട് മെക്കാനിസംസ്. നമുക്കറിയേണ്ട ആൾക്കാരെല്ലാവരെയും നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമന്ത്രി യോജനകൾ എന്ന രീതിയിൽ വരുന്ന പലതരത്തിലുള്ള യോജനകളെ മനസ്സിലാക്കി വന്നു. ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ഫിഷറീസ് എന്ന് പറയുന്ന സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അധികം ആരും അങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്യാത്ത പല പദ്ധതികളെയും പറ്റിയിട്ട്, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസിനെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്തു, നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ശേഷം കേരളത്തിലെ നൂതനമായ 2 പദ്ധതികളാണ്. ഒന്ന് കാർബൺ ന്യൂട്രൽ ഫാമിംഗ് എന്ന ഏറ്റവും അവസാനം പഠിച്ച പദ്ധതി, 2 പിന്നെ അഗ്രോ ഇക്കോളജിക്കൽ സോണുകൾ എന്ന രീതിയിലുള്ളൊരു ആവിഷ്കരണവും. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ശേഷം ആശ്രയ എന്ന കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് സെൻറ്ററുകളുടെ ഒരു യൂണിറ്റിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ തുടങ്ങി വച്ചിരിക്കുന്നു, നമ്മൾ അക്ഷയ കേന്ദ്രമൊക്കെ പോലെ. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് സൂചിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. ഇതിൻ്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നല്ലപോലെ പഠിക്കാൻ സാധിക്കട്ടെ. ഈ കാര്യങ്ങളെല്ലാം പരമാവധി നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുന്ന രീതിയിൽ മാത്രം പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് ബീയിങ് സെറ്റ്, നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം ബാക്കി മറ്റൊരു കണ്ടൻറ്റും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ആയിട്ട് കാണാം മക്കളെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.